Hello. Okay. So start ചെയ്യാം. First welcome ചെയ്യാനായിട്ട് ഞാൻ റുക്സാനയെ ക്ഷണിക്കുന്നു. Good afternoon to one and all present here. It's my pleasure to welcome everyone to this session. First of all, I welcome Eldus sir, founder of Team Noshe, and Sebi ma'am, co-founder of Noshe, and Betsy Paul ma'am, CEO of Noshe. And I welcome Animal ma'am, placement coordinator, and all the finishing school member into this session. And I heartily welcome all the placement officers and HODs and all the participants to this online skill development program. Thank you. Thank you, Ruxana. Next, നമുക്ക് അനിമോൾ മാമിനെ ക്ഷണിക്കാം നമ്മുടെ നോഷയെ കുറിച്ച് ഒരു ഓവർവ്യൂ തരാനായി. മാം പ്ലീസ്. Okay, good evening all. Sorry, good afternoon all. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ സെഷനിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എന്താണ് ടീം നോഷെ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒത്തിരി ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ഒത്തിരി വലിച്ചു നീട്ടാനും പോകുന്നില്ല. അപ്പം നമുക്കറിയാം ഈ ഒരു കോവിഡിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷമായി കോവിഡിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലയളവിൽ നോഷ എങ്ങനെ വളർന്നു, അല്ലെങ്കിൽ നോഷ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വളരെ അഭിമാനത്തോടെ തന്നെ ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. വളരെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വളരെ കുറേ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ കിട്ടണോ എന്നൊക്കെ ചോദിക്കുന്നത് പലർക്കും സംശയമൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് നമ്മളൊരു 1 മണിക്കൂറൊക്കെ മുമ്പ് ഒരു വളരെ നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ടോക്കിയോയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർന്നു. അതായത് നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മുടെ പതാക ഉയർന്നു, ഒരാൾക്ക് സിൽവർ മെഡൽ കിട്ടി. അപ്പം ഈ കിട്ടിയ ആള് 2016 റിയോ ഒളിമ്പിക്സിൽ ഇതേ ഇനത്തിൽ തന്നെ പരാജയപ്പെട്ട ഒരാളാണ്. പക്ഷേ അടുത്ത ഒളിമ്പിക്സ് വന്നപ്പോൾ അയാൾ സിൽവർ മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പം ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻസ് എന്നാണ്. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ പതാക ഉയർന്നു. നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വന്നിരിക്കുന്നവർ ചിലപ്പോൾ നിങ്ങൾ ഇയർ ബാക്ക് അടിച്ചവരുണ്ടായിരിക്കും, ചിലപ്പോൾ കുറേ പേര് ഒത്തിരി ജോലികൾക്കൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല, ആദ്യത്തെ ഇതിനൊക്കെ അപ്ലൈ ചെയ്ത് പോയി, സെലക്റ്റഡ് ആയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിൽ കാണും. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒത്തിരി അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കൊറോണയാ എന്നൊന്നും പറഞ്ഞ് ഒരു IT കമ്പനി അടച്ചു കൂട്ടിയിട്ടൊന്നുമില്ല. വർക്ക് അറ്റ് ഹോം ബേസിൽ എല്ലാ IT കമ്പനിയും കുതിച്ച് കയറിയിട്ടുള്ളൂ, ഒരിക്കലും താന്ന് പോയിട്ടില്ല. അപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം അതൊന്ന് കാണാമെന്നൊന്ന് പറയണേ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ. ഈ ഒരു കോവിഡ് കാലത്ത് നോഷ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തായിരുന്നു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, വർക്ക്ഷോപ്പ്, സെമിനാർ, ഡിസ്കവർ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് പല കോളേജിലും പോയി ചെയ്തു. ഓഫ്ലൈനായിട്ട് നമ്മൾ ചെയ്തു, ഓൺലൈനായിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തു. ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ പ്രോഗ്രാം നടത്തിയിട്ട് എന്താണ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയതെന്ന്. അപ്പം അതിന്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. 50+ പ്ലേസ്മെന്റ്സ്. ഇത് 2020 വർഷത്തിലേക്ക് നിങ്ങൾ കടക്കണ്ട, 2021 മാത്രം നോഷയ്ക്ക് കിട്ടിയ പ്ലേസ്മെന്റ്സ് ആണിത്. നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലും പങ്കെടുത്ത നല്ല ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ, തോൽക്കാൻ മനസ്സില്ലാത്ത, ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ് എന്ന ആ ഒരു വിശ്വാസത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വന്ന 50 മിടുക്കർക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് നോഷ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഈ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾ ആ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിൽ വന്ന് ആ കുട്ടികൾക്ക് തന്നെ കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായിരുന്നു. എനിക്കൊരു ജോലി വേണം എന്ന ആ ഒരു ആഗ്രഹത്താൽ അവര് വർക്ക് ചെയ്യാൻ ഭയങ്കര അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു 2021 കിട്ടിയ പ്ലേസ്മെന്റ്സ് ആണ് 51 ആണ് സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഒരാൾ പ്ലേസ്ഡ് ആയി. അതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണിത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇൻഫോസിസ്, TCS, വിപ്രോ പോലുള്ള
എല്ലാവരും ജോലി കിട്ടാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ആ ഒരു IT ഇൻഫോസിസിൽ തന്നെ 13 പ്ലേസ്മെന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻസ് തരും. നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് പിള്ളേരിലോട്ടൊക്കെ നമ്മൾ പറയും അപ്ലൈ ചെയ്യണം, ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇറക്കി അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, ഫേസ്ബുക്ക് പേജിലെല്ലാം നമ്മൾ ഇതിന്റെ അപ്ഡേഷൻസ് കൊടുക്കും. അപ്ലൈ ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് അവർക്ക് അതിനുള്ള ഫുൾ ഹെൽപ്പ് നമ്മൾ ചെയ്യും. ഓൺലൈൻ ട്രെയിനിങ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് നൽകും, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പിന്നെ അങ്ങ് അവസാനം എത്തുമ്പോൾ മോക്ക് ഇന്റർവ്യൂ സെഷൻസ് വേണമെന്ന് പറഞ്ഞ് അവർ തന്നെ ഇങ്ങോട്ട് വരും. അപ്പം ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ 50 പ്ലേസ്മെന്റ്സ് എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് ഈ ഒരു 7 മാസം കൊണ്ട് 2021 മാത്രം നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് എന്നെ ഈ കോൺഫിഡന്റോടെ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാനായിട്ട് എന്നെ പ്രാപ്തരാക്കിയ ആ ഒരു 50 പേരുടെ ഫോട്ടോസും കാര്യങ്ങളുമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ 50 നല്ല മിടുമിടുക്കരായ പിള്ളേർ. സാറേ എനിക്ക് ലോജിക്കൽ ട്രെയിനിങ് വേണം, എനിക്ക് ആപ്റ്റിറ്റ്യൂഡിന്റെ ട്രെയിനിങ് വേണം സാറേ, എനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല സാറേ, അതൊന്ന് പറഞ്ഞു തരാമോ സാറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം എനിക്ക് വേണം എന്ന എനിക്ക് ജോലി അത്യാവശ്യമാണ്, എനിക്കിത് വേണം എന്ന ആഗ്രഹത്താൽ എത്തിച്ചേർന്ന നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഒരു 50 ഒത്തിരി പേര് ചേർന്നു. പക്ഷെ ഇവര് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർ കുറച്ചും കൂടെ ടാലന്റഡ് ആണ്. ഇനിയുണ്ട് ഒത്തിരി പേര് ജോലിയുടെ അടുത്ത് എത്തി നിൽക്കുന്നവര്. ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴേ അവര് നിൽക്കുന്നവർ ഇന്റർവ്യൂ വരെ എത്തിയിരിക്കുന്നവരും പ്ലേസ്ഡ് ആകുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. കാരണം അവരും നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് അവിടം വരെ എത്തിയിരിക്കുന്നത്. അവര് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം വർക്കും ചെയ്താണ് അവരെവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു 50 പേരെ വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടോ, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന് നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങൾക്ക് അത്യാവശ്യമാണോ, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ, നിങ്ങൾ തീർച്ചയായിട്ടും നോഷയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്കും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്കും ഒക്കെ കടന്നു വരിക. കാരണം നിങ്ങൾക്കിപ്പം എനിക്കൊരു കഴിവുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം. നിങ്ങൾക്ക് ധൈര്യമായിട്ടുള്ള കറക്റ്റ് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് പറയുന്നത് പോലെ കറക്റ്റ് സ്ഥലത്തായി എത്തിച്ചേർന്നേക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റ് സ്ഥലത്തായി എത്തിച്ചേർന്നേക്കുന്നത്. നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ആ ട്രാക്കിലേക്ക് വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം എടുത്തു പറയേണ്ട ഒരാളാണ് നമുക്ക് ആതിരാമണി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് കാണാം. ആള് നമ്മുടെ ഈ നോഷ വന്നപ്പം ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കഴിവ് ആതിരയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആതിരയ്ക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ നോഷയുടെ ആ ഒരു ലോഗോയിൽ നിങ്ങൾ കാണും ഡിസ്കവർ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ കണ്ടെത്താൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. ആ ഒരു ഇതിലൂടെ ആതിര നല്ലൊരു ഡിസൈനർ ആണ് എന്ന്, ആതിരയുടെ പാത്ത് ഡിസൈനിങ്ങിലേക്കാണ് എന്ന് വഴിതിരിച്ച് വിടാനായിട്ട് നമുക്ക് സാധിച്ചു. ആ ഒരു പാത്തിലൂടെ വിട്ടു. ആതിര ഇന്ന് നല്ലൊരു ഡിസൈനർ ആണ്. ഒരു കമ്പനിയിലെ ഇവിടെ കാണാം, ഇവിടെ ആതിരയുടെ ഫോട്ടോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ അടിയിൽ നോക്കുക. ആതിര ഇപ്പൊ ആ കമ്പനിയിലെ നല്ലൊരു ഡിസൈനർ ആണ്. ഇപ്പൊ ആതിര നമുക്ക് ക്ലാസ് ഒക്കെ എടുത്തു തരുന്നത് നമുക്ക് നല്ലൊരു ഡിസൈനർ ആയിട്ട് ആതിര മാറിയിരിക്കുകയാണ്. അതുപോലെ എന്താണ് എന്റെ കഴിവ് എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവര് ധൈര്യമായിട്ട് കടന്നു വരിക. നിങ്ങളുടെ കഴിവ് കണ്ടെത്തി ആ ഒരു പാത്തിലേക്ക് തിരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം കേട്ടോ. ചുമ്മാ വന്നിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ആ പാത്തിലേക്ക് വിട്ട് നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ടീം നോഷയ്ക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം ഇതാണ് നോഷയുടെ ഈ ഒരു 2021 പ്ലേസ്മെന്റ്സിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 6 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്തായിരുന്നു. ഏകദേശം 100ഓളം പേര് ആ ഒരു ബൂട്ട് ക്യാമ്പിൽ പങ്കെടുത്തു. ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. ലൈവായിട്ട് നമ്മുടെ യൂട്യൂബിലാണ്. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് നോക്കാം, യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അപ്പം പുതിയൊരു ഇന്റേൺഷിപ്പ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തതാണ്. എല്ലാവരും ഒത്തിരി പേരെ എടുക്കുന്നില്ല കേട്ടോ. ഒത്തിരി ആളുകൾ ഉള്ളതിലല്ല കാര്യം. ഈ കുറച്ച് ആളുകൾ, ഒരു 30 പേര് ഒക്കെയാണ് നമ്മളെ നോക്കുന്നുള്ളൂ. കാരണം ഇവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ടാണ്. അപ്പം ഈ ഒരു നോഷയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോഷ ടെക്നോ സൊല്യൂഷൻ നിങ്ങൾക്കറിയാം, നോഷയുടെ ഒരു IT കമ്പനിയാണ്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഞങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങളെ ഒരു പ്ലേസ്മെന്റ്സിലേക്ക് എത്തിക്കാനായിട്ട്. നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ വന്ന് പിള്ളേര് സാറിനോട് ചോദിക്കും, സാറേ എനിക്ക് ജോലി കിട്ടുമോ സാറേ എന്ന് ചോദിക്കും. ആ കുട്ടികൾ ഇപ്പൊ സാറിനോട് പറയുന്നത്, സാറേ എനിക്ക് ജോലി കിട്ടും. അവർക്ക് അതിനൊരു കോൺഫിഡന്റ് ആയി, അവർക്ക് കിട്ടും എന്ന് അവർക്ക് നല്ല ഉറപ്പായി.
അപ്പം ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഈ ഒരു നോഷയുടെ സൈറ്റും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ആ ഒരു ഞാൻ നിർത്താം. അപ്പം ഇത് നോഷയുടെ സൈറ്റാണ്, നിങ്ങൾ എല്ലാവരും കയറി നോക്കുക. www.noshe.in എന്ന സൈറ്റിൽ കയറുക. നിങ്ങളൊരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് നോക്കുന്നവരാണ്, നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിനൊക്കെ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറുക. ഈ ഒരു ലോഗിൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പുതിയതായിട്ട് കയറുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് ആദ്യമേ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയാനില്ല. നമ്മൾ സാധാരണ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നമ്മുടെ പേരും കാര്യങ്ങളും യൂസർ നെയിമും മെയിൽ ഐ ഡി അങ്ങനെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടിച്ചു കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും കയറാനായിട്ട് സാധിക്കും. ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഈ അടിയിലായിട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ജോലിക്ക് ഒരു ടെസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഒത്തിരി ഉപകാരപ്പെടും. നിങ്ങൾ നോക്കുക, ഇവിടെ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ, വെർബൽ, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, എസ്സേ റൈറ്റിംഗ് ഇങ്ങനെ തുടങ്ങി ഒരു ഇന്റർവ്യൂവിന് ഒരു പ്ലേസ്മെന്റിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ലുലുമാളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. സാധാരണ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി മേടിക്കുന്ന ഒരു കട, ഇറച്ചി മേടിക്കുന്ന ഒരു കട, തുണി മേടിക്കുന്ന ഒരു കട, അങ്ങനെ പല കടയിൽ കയറണം. ഇതിപ്പോൾ നമ്മൾ ലുലുമാളിൽ ചെല്ലുമ്പോൾ എല്ലാം അവിടെ ഉണ്ട്. അതുപോലെയാണ് നോഷയുടെ ഈ സൈറ്റിൽ കയറുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. പല സൈറ്റിലൊന്നും പോയി നോക്കണ്ട. ഈ ഒരു സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ എല്ലാവരും കയറി നോക്കുക. ആപ്റ്റിറ്റ്യൂഡിന്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും സാധിക്കും. ലോജിക്കൽ, വെർബൽ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുന്ന HR ഇന്റർവ്യൂ ആണെങ്കിൽ, ടെക്നിക്കൽ ഇന്റർവ്യൂ ആണ്, അതിന്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യനും വിത്ത് ആൻസേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷന് കുറെ ടോപ്പിക്സ് ഉണ്ട്, എസ്സേ റൈറ്റിംഗിന് കുറെ ടോപ്പിക്സ് ഉണ്ട്, പബ്ലിക് സ്പീക്കിങ്ങിന് കമ്പനീസ് ഒക്കെ തരുന്ന കുറെ ടോപ്പിക്കുകൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് കമ്പനീസ്, ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനീനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ അറിയണ്ടേ, അപ്പൊ അതിനെ കുറിച്ച് ഇൻഫോസിസ്, വിപ്രോ പോലെ കമ്പനീസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അവർ സാധാരണ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ ഇന്റേൺഷിപ്പ് കുട്ടികൾ തന്നെ അവർ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു സൈറ്റാണിത്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ കയറി ലോഗിൻ ചെയ്യുക. അപ്പം നോഷയില് പ്ലേസ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസിലും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലും എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരിക. എങ്ങോട്ടാണ് ചെല്ലേണ്ടത്, അല്ലെങ്കിൽ ആകെ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വരിക. നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് അസിസ്റ്റൻസും എല്ലാം തന്ന് നിങ്ങളൊരു പ്ലേസ്ഡ് ആക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. അപ്പം ഈ ഒരു നോഷയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നോഷയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിൽ കൂടുതൽ ടെക്നോളജി ഇങ്ങനെ ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതനുസരിച്ച് നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയാണ്, നോഷയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ ന്യൂ ടെക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും കയറി നോക്കുക. അപ്പം ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി സെഷൻ നമ്മുടെ മിസ്സുമാരെ എടുക്കുന്നതാണ്. അപ്പം അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി എൽദോസാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാം അനിമോള് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ട്, HOD, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, കോളേജിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. അവരെ ടീം നോഷയുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. ബിക്കോസ് ഒത്തിരി പേര് ഇന്നലെ പോസ്റ്റ് കണ്ടപ്പോൾ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയേറെ നിങ്ങൾ ഞങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാവരും പേരിൽ ഇവരെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഫിനിഷിംഗ് സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. നോഷയ്ക്ക് 10 പേരുടെ ഒരു ടീം, ഫിനിഷിംഗ് സ്കൂൾ ടീം ഉണ്ട്. അവരാണ് ഇന്ന് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാത്തിരുന്ന സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. അടുത്തതായി ക്ലാസ് എടുക്കാനായി
ബെസിപോൾ മാമിനെയും സെബിമോൾ മാമിനെയും ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? നോഷയെ പറ്റി അനിമോള് വളരെ വിശദമായിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഇപ്പൊ തന്നതല്ലേ. അപ്പൊ ഇത് ബേസിക്കലി നിങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ അനിമോളും വൈഷ്ണവും എല്ലാം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഇന്ന് നോഷയുടെ ലീഡിങ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഇവർ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെന്റ് ആണത്. ആൻവിസ്മയുണ്ട്, ഒത്തിരി കുട്ടികൾ ഇതുപോലെ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. നിങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഫോർമുല. നോഷയുടെ ഇതുവരെയുള്ള വിജയം എന്നുള്ളത് ഒരു ഗ്രൂപ്പ് വർക്കിന്റെയും അതുപോലെ തന്നെ ഹാർഡ് വർക്കിന്റെയും ഒരു വിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിലകത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺസെപ്റ്റുകളെല്ലാം നോഷ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ടോട്ടലി ന്യൂ. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ പോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ് വർക്ക് ഫോർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ഞങ്ങൾ മോർ ദാൻ പ്രോഫിറ്റ്, ഞങ്ങളൊരു സർവീസ് ഓറിയന്റഡ്, നിങ്ങളെയും കൂടെ കൈപിടിച്ച് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഫിനിഷിംഗ് സ്കൂൾ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ യൂഷ്വലി പ്രിഫർ ഒരു പിയർ ടീച്ചിങ് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ നിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയേറെ കാര്യങ്ങൾ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് അഡീഷണൽ ടെക്നിക്കൽ സപ്പോർട്ടാണ്. പിന്നെ വേറെ ഏതൊരു സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ കിട്ടുന്നതിലും ഞങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് യു ഗെറ്റ് ടു വർക്ക് ഓൺ ലൈവ് പ്രോജക്ട്സ്. അപ്പൊ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതിനാണ് നമ്മൾ കൂടുതൽ ഇവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് വി ടീച്ച് യു എ ലോട്ട് ഓഫ് തിയറി, അങ്ങനെയുള്ളൊരു രീതിയിലല്ല പോകുന്നത്. യു ഗിവൻ ലൈവ് പ്രോജക്ട്സ്, യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ് ആൻഡ് യു ആർ എക്യുപ്പിംഗ് യുവർ സെൽഫ്. അപ്പൊ നിങ്ങളെ ടെക്നിക്കലി അപ്സ്കിൽ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നോഷയുടെ വർക്ക് പോകുന്നത്. അതിനോടൊപ്പം തന്നെ other areas which you need to improve when you appear for your exams, when you need to interact with people in your organization, and whenever you attend an interview, how to present yourself, അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് അതിന്റെ വേറെ ഒരു രീതിയിലും കൂടെ നിൽക്കുന്നു. സോ അപ്പോൾ ഒരു എന്താ പറയാ, എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിലാണ് ടീം നോഷെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ആൻഡ് കൺഗ്രാജുലേറ്റ് our team members for their wholehearted effort. അത്രയും കൺവിൻസിങ് ആയിട്ട് അത്രയും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ അവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എന്താ പറയാ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു, നിയർലി ഒരു 50+ പ്ലേസ്മെന്റ്സ് ആണ് ഈ ഒരു 5-6 മാസത്തിനുള്ളിൽ നോഷയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതും വെൽ നോൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, എല്ലാവരും ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടിപ്പോയിട്ടുള്ളത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ്, നിങ്ങളുടെ കഴിവുണ്ട്, ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ മാറ്റർ. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ദെയർ. ബട്ട് അതിലും കൂടുതലായിട്ട് വി ആർ ഗിവിങ് യു സം അഡീഷണൽ ബാക്കപ്സ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ബി എ പാർട്ട് ഓഫ് നോഷെ. നിങ്ങൾ ഒരിക്കലും ഒരു റിഗ്രറ്റ് ചെയ്യില്ല ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാകും. ഞങ്ങൾ കണ്ടെത്തിയ പലരും, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പലരും ഞങ്ങൾ കാണുമ്പോൾ വളരെ പതുങ്ങി പുറകോട്ട് വലിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ വൺസ് ദേ ആർ നൗ വെൻ യു സീ ദം റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അവരൊക്കെ ഒത്തിരി മാറി. സ്മാർട്ട് ഇനഫ് ആയി ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈവൻ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അത്രയും നല്ല രീതിയിലാണ് കുട്ടികൾ ചെയ്തു വരുന്നത്. സോ അപ്പൊ എല്ലാവരിലും ഇങ്ങനത്തെയുള്ള ഇമ്പോൺ നിങ്ങൾ ചെയ്യാ, നിങ്ങൾക്ക് അതിനെ ഒന്ന് നിങ്ങളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജോലി. All of you are blessed. All of you have one of your skills. So we are there to uplift you. We are there to show you what your core skills are. ആ രീതിയിൽ നിങ്ങളെ തരും. ഇപ്പൊ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞില്ലേ, ഇപ്പൊ ഡിസൈനിങ് എന്നുള്ളത് ആ കുട്ടിയുടെ സ്ട്രെങ്ത് ആണ്. ഈവൻ ഷീ നോ. ഓക്കെ, അപ്പൊ അത് ഞങ്ങളിലൂടെയാണ് അത് അറിഞ്ഞു വന്നതും ആ ഒരു രീതിയിലേക്ക് ആ കുട്ടി പോയതും.
സോ അപ്പൊ നിങ്ങളുടെ അസറ്റ് എന്താണോ, നിങ്ങളുടെ സ്കിൽസ് എന്താണോ അതിനെ കണ്ടുപിടിച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. യു ക്യാൻ വിസിറ്റ് ആ വെബ്സൈറ്റ്സ്, യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളെ പോലെയുള്ള കുട്ടികൾ തന്നെ ചെയ്യുന്ന ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. യു ഷുഡ് ജഡ്ജ് എത്രമാത്രം അവര് മുന്നോട്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഈവൻ യു ക്യാൻ സീ ദി വെബ്സൈറ്റ്. ദ വെബ്സൈറ്റ് ഇസ് ഈവൻ ഡെവലപ്ഡ് ബൈ ദി സ്റ്റുഡൻസ് ഓഫ് ഫിനിഷിംഗ് സ്കൂൾ. ഓക്കെ, അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെ, നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അറിയാവുന്നതല്ല. കോളേജിൽ ഒത്തിരി തിയറി ക്ലാസ്സസും ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് യൂസ്ഫുൾ ഇല്ലെന്നല്ല. നിങ്ങളെ ഗ്രാജുവേറ്റ് ചെയ്ത് നിങ്ങളെ പുറത്തു വിടുന്നതിന് അതെല്ലാം വേണം. പക്ഷെ വൺസ് യു മൂവ് ഇൻ ടു യുവർ വർക്ക് അല്ലെ, ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ യു നീഡ് മോർ ഓഫ് പ്രാക്ടിക്കൽ സൈഡ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് വീക്ക് നമുക്കൊരു ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒത്തിരി നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വീണ്ടും ഒരു ബാച്ചോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അപ്പൊ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി വെൽ വിഷേഴ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ യുവർ ടീച്ചേഴ്സ് കേട്ടോ. ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ഓൺ ക്യാമ്പസ് എടുത്ത ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള പല കോളേജുകളും ഞങ്ങളെ നല്ല രീതിയിൽ ബാക്കപ്പ് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഒത്തിരി HODs ഉണ്ട്, ഒത്തിരി HOIs ഉണ്ട്. അവർക്കൊക്കെ നോഷ എന്നും വി ആർ ഗ്രേറ്റ്ഫുൾ ടു യു, വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. അപ്പം അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സോ ടുഡേ ഷാൽ വി മൂവ് ഓൺ ടു എ സെഷൻ. സോ ഹാവ് എ നൈസ് ഡേ. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, സോ ഷാൽ വി മൂവ് ഓൺ? ആർ യു ഓൾ റെഡി? റെഡി മാം. ഓൾറൈറ്റ്, ഓക്കെ. ചുമ്മാ മിണ്ടാതിരിക്കരുത് കേട്ടോ. ചോദിക്കുമ്പോൾ ഉത്തരമൊക്കെ പറയണം. ഇന്ററാക്റ്റീവ് സെഷൻ. വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് ലെക്ചേഴ്സ്. ലെക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബോറിംഗ്. നിങ്ങളും ബോറടിക്കും, ഇച്ചിരി കഴിയുമ്പോൾ ഇത് വായിച്ച് ഞങ്ങളും ബോറടിക്കും. സോ വിൽ ഹാവ് എൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഓൾറൈറ്റ്? ഓക്കെ. അപ്പൊ അത് ഡീലാണെങ്കിലാണ് കേട്ടോ മുന്നോട്ടുള്ള. കാണാവോ? സ്ലൈഡ് പ്രൊജക്റ്റഡ് ആയോ? Alright, so we are going to discuss on communication etiquettes for workplace. So let's start with a quote. Knowledge of good manners can lead to success in life. Appropriate conduct can make or break business deals or determine the outcome of a job interview. അല്ലെ, നമുക്ക് നല്ല രീതിയിൽ ഒരാളോട് പെരുമാറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അല്ലെ നമ്മളെ നല്ല രീതിയിൽ ക്യാരി ചെയ്യാൻ, നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ, ഹൗ ടു ബിഹേവ് വെൽ, അതൊക്കെ നന്നായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനുമായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വിൽ സീ ദി കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ട മാനേഴ്സ്, മര്യാദകൾ എന്നാണ് എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം കേട്ടോ. സോ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഓൺ ദി അതർ പേഴ്സൺ. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ആരെ കൂടുതൽ ശ്രദ്ധിക്കുക? ഇറ്റ്സ് എ നാച്ചുറൽ ടെൻഡൻസി, റൈറ്റ്? വൺസ് ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഐ കീപ് ഓൺ ഫോക്കസിങ് ഓൺ മൈസെൽഫ്. അല്ലെ, ഞാൻ എന്നെ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നന്നായി പറയുന്നുണ്ടോ, എനിക്ക് എൻ്റെ തോട്ട്സ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആം ഐ ഇംപ്രസിങ് ദി അതർ പേഴ്സൺ, അല്ലെ? ഈ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നന്നായി പറഞ്ഞു തീർക്കണം. സോ ഈവൻ ഇഫ് യു ആർ ആസ്ക്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ, നിങ്ങളോട് പറയാണ് ഒരു ടോപ്പിക്കിനെ പറ്റി പറയാ, സോ ഐ എം ഇൻ എ ഹറി ടു എക്സ്പ്രസ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, എൻ്റെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ബട്ട് ഇറ്റ് ഷുഡൻറ്റ് ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മളുടെ കൂടെയുള്ളവരെ കൂടി കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം, റൈറ്റ്? ദേ ടു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ടെൽ ആൻഡ് ഡിസ്കസ് വിത്ത് യു, റൈറ്റ്? സോ യു ഷുഡ് ഒബ്സർവ് ദം. ആ കേൾക്കുന്ന ആളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. യു ഷുഡ് ഒബ്സർവ് വെദർ ദി അതർ പേഴ്സൺ ഇസ് ഫോളോയിങ് വാട്ട് യു ആർ സ്പീക്കിംഗ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കണയൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഈസ് എ ഡിസ്റ്റർബിങ് ദാറ്റ് പേഴ്സൺ. അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറ്റം വരുന്നുണ്ടോ? ഓക്കെ, ഈസ് ഹി റെസ്പോണ്ടിങ്? ഞാൻ ഈ പറയുമ്പോൾ അദ്ദേഹം തലയാട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിയണം. സോ ദെൻ ഓൺലി യു ക്യാൻ ഹാവ് ആൻ ഇന്ററാക്ഷൻ, അല്ലെ? ഇപ്പോൾ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്.
isn't it? ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു തന്നെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയിരിക്കും? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ റേഡിയോ. You keep on speaking, the other person just listens. അല്ലെ? അങ്ങനെ ആവരുത്. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ two-way പ്രോസസ് ആയിരിക്കണം. രണ്ടുപേരും ഈക്വലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എപ്പോഴും എന്റർടൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യണം. ആൻഡ് ദെൻ യു ഷുഡ് അലൗ ദി അതർ പേഴ്സൺ ടു സ്പീക്ക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് ലിസൺ. Listening എന്നുള്ളതാണ് the core of communication, right? So for example, if an interviewer is asking you a question and you're not understanding what exactly he had asked you, and if you're giving an inappropriate response, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പ്രോപ്പർ ആക്കില്ല, അല്ലേ? നമ്മൾ പറയുന്ന ചിലപ്പോൾ തെറ്റുപോകും. സോ whenever other person talks to you, make sure you listen to that person properly. പറയുന്ന ആള് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ലിസൺ ചെയ്യാന്നുള്ളതിനകത്ത് യു ഷുഡ് ഒബ്സർവ് ബോത്ത് ദി വെർബൽ ആസ് വെൽ ആസ് എ നോൺ വെർബൽ ക്യൂസ്. ഓക്കെ, അപ്പൊ ലിസൺ ചെയ്യുമ്പോൾ അവർ പറയുന്ന ശബ്ദം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, അവര് എന്താണ് നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ്, അവർ നമ്മൾ പറയുന്നതിന് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, സോ യു ഷുഡ് ലിസൺ കെയർഫുള്ളി. ഒരു നല്ല ലിസണർക്കാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ ഓൾവേസ് ട്രൈ ടു ലിസൺ വാട്ട് ദി അതർ പേഴ്സൺ സേസ് ആൻഡ് മേക്ക് ഷുവർ യു ഒബ്സർവ് ബോത്ത് ദി വെർബൽ ആസ് വെൽ ആസ് എ നോൺ വെർബൽ ആസ്പെക്ട്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലിസണിങ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ബി കൺസൈസ്. ഓക്കെ, അപ്പൊ നിങ്ങളോടൊരു കാര്യം ഒരാൾ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ, വി ഹാവ് എ ടെൻഡൻസി ടു ബീറ്റ് അറൗണ്ട് ദി ബുഷ്, റൈറ്റ്? നമ്മൾ എന്താ പറയാ, അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനമായിരിക്കും നമ്മൾ നമ്മുടെ കോർ കണ്ടന്റ് കൺവേ ചെയ്യുള്ളൂ. അങ്ങനെ ആകരുത് ഒരിക്കലും. ഒരു പെർഫെക്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. യു ഡോണ്ട് നീഡ് ടു ഇൻക്ലൂഡ് എനി അൺനെസസറി ഡീറ്റെയിൽസ് ഇൻ ദി മെസ്സേജ് വിച്ച് യു ആർ ഗിവിങ്. ഇപ്പൊ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും യൂസ്ഫുൾ ആവില്ല, അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത് കേട്ടത് വെറുതെ ആയി എന്ന് വിചാരിക്കും, അല്ലേ? സോ അപ്പൊ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു ഗീവ് എ കൺസൈസ് ആൻഡ് ക്ലിയർ മെസ്സേജ്. മെസ്സേജ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ കൺസൈസ് ആയിരിക്കണം. ആൻഡ് ദി അതർ പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി യു മെൻ ടു സേ. അതാണ് നമ്മുടെ മെസ്സേജ് ഷുഡ് ഓൾവേസ് ബി ക്ലിയർ ആൻഡ് കൺസൈസ്. ആൻഡ് ദെൻ ഈ സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലേ? സ്ലൈഡ് മൂവ്? Okay, then. If it isn't, you should tell us, okay? മൂവ് ചെയ്യുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? Now can you see the movie? കുറച്ച് ചെറിയ സ്ക്രീൻ ആണ്. Then I'll just Ajin, please note it. Ajin, please note it. Sir, Ajin, please note it. Right ningallo. Ajin Vaishnav. yes sir. Okay, ഒന്ന് ചെക്ക് ചെയ്യട്ടോ. Now is it all right? മാം കാണാം, സ്ക്രീൻ കാണാൻ ഒരു ചെറിയ ഇതിലാണ്. ഫുൾ സ്ക്രീൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. Okay, all right, we'll see. Now is it fine? Now is it okay? Yes, ma'am. I think this would be better if we start projecting in the slideshow mode. The slide is not moving, I feel. Yeah, ma'am. So we'll do like this. Is it fine? Yeah. Yes, ma'am. Yes, miss. Okay, because it doesn't contain much writings. Okay, Okay. you can just focus on the content that we discuss, and this will just be a guide. Okay, shall we continue then? Yeah, okay, ma'am. Okay, all right. Yes, ma'am. Okay, and always remember to choose the right delivery. Okay, so you should always remember to choose the right plan whenever you communicate.
Okay, whenever you go with a professional communication, you can opt your emails. Okay, and whenever you need to have a proper direct communication, and if it is not possible to meet another person, നേരിട്ട് in person, if you are not able to meet, അല്ലെ പോയി കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ either ഒന്നെങ്കിൽ മെയിലിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ it should be through a telephone, അല്ലെ. അപ്പൊ ഏത് പ്ലാറ്റ്ഫോം ആണ്, ഇഫ് ഇറ്റ് ഇസ് എൻ ഇന്റർവ്യൂ, ഇപ്പൊ നമുക്കറിയാം പല കമ്പനികളും സ്കൈപ്പിലുള്ള ഇന്റർവ്യൂസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഇന്റർവ്യൂകളൊക്കെ, പ്രത്യേകിച്ചും ഈ കൊറോണയുടെ ഒക്കെ സമയങ്ങളിൽ ഇറ്റ് ഇസ് മോർ ഓഫൺ യൂസ്ഡ്, അല്ലെ, കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റിമെമ്പർ ടു യൂസ് ദി റൈറ്റ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ യു ഷുഡ് ചൂസ് ദി റൈറ്റ് മോഡ് ഓഫ് ഡെലിവറി, അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം എന്റെ CEO എന്നെ ഇൻഫോം ചെയ്യണമെന്ന് വിചാരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട സാധനമാണ്, ഞാൻ ഇന്ന് പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യേണ്ട കാര്യത്തിന് ഒരു കത്ത് അയച്ചു എന്ന് വിചാരിക്കുക. ആൻഡ് ഷീ വിൽ ബി റിസീവിങ് ഇറ്റ് 1 week later മേ ബി. ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പോസ്റ്റ് ഒക്കെ ഡിലേ ആയിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും my reporting authority is receiving my letter, right? അതെനിക്ക് ഒരു റൈറ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല, റൈറ്റ് മോഡ് അല്ല ഞാൻ യൂസ് ചെയ്തത്, അല്ലേ. അതിന് പകരം ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഒരു ഇമെയിൽ അയച്ച വിത്തിൻ സെക്കൻഡ്സ് മൈ റിപ്പോർട്ടിംഗ് അതോറിറ്റി വിൽ ബി റിസീവിങ് ഇറ്റ്. അത് ചെക്ക് ചെയ്യാത്ത ഒരാളാണ്, നിങ്ങളുടെ സിസ്റ്റം അതല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്, യു നീഡ് ടു ഗോ ഫോർ എ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ്, പെട്ടെന്ന് യു ഹാവ് യർ ടെലിഫോൺസ് വിത്ത് യു, അല്ലെ. മൊബൈൽ ഫോണുകൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്, സോ യൂസ് ഇറ്റ്. അതുപോലെ ചിലപ്പോൾ ഇപ്പൊ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്തെങ്കിലും മീറ്റിംഗ്സിന് പോകുമ്പോൾ ഷീ വിൽ ഇൻഫോം us, see I won't be available over phone, you can send me, you can either text me or WhatsApp me, or you can send me an email, I'll check it, when I see that I'll be responding soon. Okay, so we usually do that. മാഡം അവൈലബിൾ അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒന്നുകിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുമോ, അല്ലെങ്കിൽ ഇമെയിൽ അയക്കോ, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഇടുമോ, വാട്ട് എവർ ഇസ് കൺവീനിയന്റ് ഫോർ ദി റിപ്പോർട്ടിംഗ്. അപ്പൊ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ സ്ഥാപനം അനുവദിക്കുന്ന രീതിയിലായിരിക്കണം, യു വിൽ ഹാവ് എ പ്രോട്ടോകോൾ, അതിനനുസരിച്ചാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത്. ഓൾവേസ് റിമെമ്പർ ടു ഡു ദാറ്റ്. ചുമ്മാ ഓടിക്കേറിയപ്പം രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ വിളിക്കാൻ പറ്റുന്ന ആക്ച്വലി I had one of my colleague what she used to do is that, ഞാൻ വളരെ റെയർ ആയിട്ട് ആളുകളോട് ദേഷ്യപ്പെടാറുള്ളൂ. ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ ഒരു ഒഫീഷ്യൽ മാറ്റർ ആയിരുന്നു, ഞാൻ സൺഡേ ഞാനും ഹസ്ബൻഡും കുട്ടിയും എൻ്റെ പാരൻസ് ഒക്കെ കൂടി ഒരു സിനിമ കാണാൻ പോയി. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ആ കുട്ടി എന്നെ വിളിച്ചിട്ട്, ആൻഡ് ഷി വാസ് ലൈക്ക് ഇൻ ആൻ അറഗന്റ് മാനർ ഷി വാസ് ടോക്കിംഗ് സംതിങ്, ആൻഡ് ഐ സെഡ്, സി ഐ എം ഇൻ മൈ, എൻ്റെ ഒരു പേഴ്സണൽ ടൈമിലാണ് ഞാൻ, സി ദിസ് ഇസ് നോട്ട് ദ ടൈം ടു കോൾ ആൻഡ് ടെൽ മീ ദിസ്, യു ക്യാൻ ടോക്ക് ടു മീ ആഫ്റ്റർ കമ്മിങ് ടു കോളേജ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. ദാറ്റ് മെയ്ഡ് മീ ഇറിറ്റേറ്റഡ്, റൈറ്റ്? സോ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റീസിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പൊ അത് ചെയ്യുന്നതിന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അതിന്റെ റൈറ്റ് ടൈം വേണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഷുഡ് ബി ആൻ അപ്രോപ്രിയേറ്റ് മീഡിയം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇസ് റിമെമ്പർ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കേട്ടോ, എപ്പോഴും നമുക്ക് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. Once you feel that you haven't obtained a clear idea about what the other person is telling you, അല്ലെങ്കിൽ നമുക്ക് അവർ പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല, you are asked to do something but you didn't actually understand what exactly was assigned, കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. സർ, ഐ എം റിയലി സോറി, I couldn't understand what you told me. If you don't mind, can you explain it to me once again? അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലെ. പക്ഷെ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒഴിവായി പോവുകയും ചെയ്തു. ആൻഡ് വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻ ഇറ്റ് ഷുഡ് ബി ഇൻ എ പൊളൈറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, സർ, ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് ഐ കുഡന്റ് ഗെറ്റ് എ പ്രോപ്പർ ഐഡിയ. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ വൺസ് അഗൈൻ. വളരെ പൊളൈറ്റായി ചോദിച്ചാൽ എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു ഇച്ചിരി വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കതൊന്നും കൂടെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ പറഞ്ഞു തരാമോ, സോ ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ എ ബെറ്റർ വേ. കുറച്ചുകൂടി നന്നായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയേനെ എന്നുള്ള രീതിയിലാണ് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. വെനെവർ യു നീഡ് സച്ച് ക്ലാരിഫിക്കേഷൻസ്, യു ക്യാൻ റേസ് ക്വസ്റ്റ്യൻസ്, ബട്ട് ഇൻ എ പൊളൈറ്റ്, നമുക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം, പ്ലീസിങ് മാനറിലായിരിക്കണം അത് ചോദിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ലേൺ ടു യൂസ് യുവർ വേർഡ്സ് ടു യുവർ അഡ്വാൻറ്റേജ്. നല്ല രീതിയിൽ സംസാരിച്ച്, നമ്മൾ സംസാരിക്കുന്ന വാക്ക്
എന്താ പറയാ, അവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഷുഡ് ഗിവ് യു സം അഡ്വാൻറ്റേജ് അല്ലെ. നമ്മൾ ആ പറയുന്നത് നമുക്ക് തന്നെ ഗുണം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് വരും, ചില സമയത്ത് നമ്മൾ തന്നെ നമുക്കുള്ള കുഴി കുഴിക്കും അല്ലെ. നമ്മുടെ വായിന്ന് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ വന്നിട്ട് ദാറ്റ് വിൽ ബിക്കം എന്താ പറയാ. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മോഹൻലാലിന്റെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? മോഹൻലാൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആള്, നേരത്തെ ഉണ്ടായിരുന്ന ആള്, അവിടുത്തെ ഇന്റർവ്യൂ എടുക്കുന്ന മാനേജറോ സീനിയർ പോസ്റ്റിലുള്ള ആള് ഭയങ്കര ക്രിക്കറ്റ് ലവറാണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഇദ്ദേഹം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ മാനേജർ മാറിയിട്ട് വേറൊരാളാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തോട് പോയിട്ട് ഞാൻ ഭയങ്കര ക്രിക്കറ്റ് പ്രേമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, മോഹൻലാലാണ്, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ ആക്ടർ. അങ്ങനെ ഒരു ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പോയി ക്രിക്കറ്റിനെ പറ്റി ഭയങ്കരമായിട്ട് പറയും, ഞാൻ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലിക്ക് പോകത്തില്ല, ഞാൻ ക്രിക്കറ്റിനെ അത്ര ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും. ആൻഡ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ ജോബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഫിലിം? എന്തോ ജഗദീഷ്, that's it. So I don't remember the name of the actor. അങ്ങനെ ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, സോ അതുപോലെയാണ് അത്. നമ്മുടെ വാക്കുകൾ നമ്മളെ തന്നെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അല്ലേ. സോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മുടെ അഡ്വാൻറ്റേജിനായിട്ട് വരണം. ഓക്കെ, സോ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ് when you talk to another person. And we'll see how to give a self introduction. Okay, how to introduce yourself. നമ്മൾ ആദ്യം ഒരാളെ ഓക്കെ, whenever you face a person for the first time, ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെ, നമ്മളെ ഒരാൾ പരിചയപ്പെടുമ്പോൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട 3 റൂൾസ് ആണ് ഈ പറയുന്നത്. ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും യു ഷുഡ് ഫോക്കസ് ഓൺ ദീസ് 3 തിങ്സ്. ഒന്നാമത്തേത് ഐ കോണ്ടാക്ട് ആണ്, രണ്ടാമത്തേത് ഇറ്റ്സ് എ സ്മൈൽ, and the third one is a handshake. കൊറോണ കാരണം നമുക്ക് വേണ്ട അല്ലേ, കൊറോണയ്ക്ക് ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല. ബട്ട് സി ദ അതർ 2 തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ഐ കോണ്ടാക്ട് ആൻഡ് എ സ്മൈൽ. എങ്ങനെയാണ് ഐ കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എങ്ങനെയാ നമ്മൾ ഒരു ഇതിനകത്തേക്ക് പോകുമ്പോൾ ആദ്യം ആരെ നോക്കണം? ഒരു ഇന്റർവ്യൂ ഹാളിലേക്ക് when you go to an interview room, അവിടെ ആരായിരിക്കും ഇരിക്കുക? ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെയിൻ ആളുണ്ടാവും, റൈറ്റ്? അപ്പൊ അതിന്റെ ചിലപ്പോൾ HR ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു CEO ആയിരിക്കും അവിടെ അകത്ത് ആദ്യം ആയിട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് യു ഷുഡ് ലുക്ക് അറ്റ് ദി ഗ്രേറ്റർ അതോറിറ്റി ഫസ്റ്റ്. അവരുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കിയിട്ട് ജസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്തിട്ട് വേണം then you can look at all the other persons. കേട്ടോ, എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്ട് ആ ഒരു സെക്കൻഡിലേക്ക് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ആൻഡ് whenever you introduce yourself, just you can give ഒരു എന്താ പറയുക, ഒരു ബ്രീഫായിട്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചിരിക്കുക എന്നുള്ളത്. നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ പറയാം ഹൗ പ്ലസന്റ് ഹി ഈസ്. ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പൊ ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ചിരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിലും റിമെമ്പർ ടു ഹാവ് എ പ്ലസന്റ് സ്മൈൽ. എപ്പോഴും ഒരു ചിരി മുഖത്തുണ്ടായിരിക്കുന്ന, എപ്പോഴും നമ്മളെ കാണുന്നവർക്കൊരു സന്തോഷമാണ്. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും സോ ദാറ്റ് ഷുഡിൻ ബി റിഫ്ലക്റ്റഡ് ഇൻ യുവർ ഫേസ്. നമ്മുടെ മുഖത്ത് ആ ടെൻഷൻ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് ടെൻഷനാവും. സോ വി ഹാഡ് എ ക്ലാസ്മേറ്റ്, ഭയങ്കര മിടുക്കിയാണ് കേട്ടോ. നെയിം സിംഗിത. ഷീ ഈസ് വെരി സ്മാർട്ട്, നല്ല മിടുക്കിയ. എന്തൊരു കാര്യം ചെയ്താലും വെരി ഗുഡ് ക്ലിനിക്കൽ സ്കിൽസ് ആണ്, നല്ല മിടുക്കിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ സ്മാർട്ടർ ദാൻ അസ്, നല്ല മിടുക്കിയ. പക്ഷെ ആളുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെപ്രാളം കൂടും, ഭയങ്കര ആങ്ഷ്യസ് ആണ് പുള്ളിക്കാരത്തി. അപ്പൊ ആളുടെ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു എക്സാമിന് പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴോ ആളുടെ ആ ഒരു ടെൻഷൻ കാണുമ്പോൾ നമുക്ക് കൂടെ ഇരിക്കുന്നവർക്ക് തന്നെ ടെൻഷനാവും. ഇവൾ എന്നെ ചെയ്യാൻ പോണോ, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ആങ്സൈറ്റി നമുക്ക് ചുറ്റും ഇരിക്കുന്നവർക്ക് വരെ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടാകും. സോ ഓൾവേസ് റിമെമ്പർ നോട്ട്, നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്, പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഓൺ യുവർ ഫേസ്. അങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവും. ആളുകൾ വിചാരിക്കും നിങ്ങൾ ഒട്ടും കോൺഫിഡന്റ് അല്ലാത്ത ഒരാളാണ്, ഇയാളെ എങ്ങനെ ഞാനൊരു ജോലി ഏൽപ്പിക്കുന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആളുകൾ പോകും. അങ്ങനെയല്ലല്ലോ നമുക്ക് കൊടുക്കണ്ടേ. യു ഹാവ് എ പ്ലസന്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്, ഞാൻ എന്ത് വന്നാലും ടേക്കപ്പ് ചെയ്യാനായിട്ട് വളരെ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുള്ള ജില്ലിരിക്കണം. അത് തന്നെ, ഒരിക്കലും നമ്മൾ പുറകിലോട്ട് പോകാൻ പാടില്ല, ഉൾവലിഞ്ഞിരിക്കാൻ പാടില്ല. ഷുഡ് ബി സ്മാർട്ട് ആയിരിക്കണം, നല്ലൊരു ബോഡി പോസ്ചർ,
ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ഷോൾഡർ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നടുവൊക്കെ നിവർത്തി വെച്ച് ഓക്കെ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരാളെ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ധൃതി പിടിച്ചങ്ങ് പറഞ്ഞു തീർക്കൊന്നും വേണ്ട, നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ. നെവർ റഷ്. ഇപ്പൊ തോന്നും അയ്യോ ഇതിനെന്തോ ഇത് പറഞ്ഞു നിർത്തട്ടെ, എവിടെയോ പോയി വേറെ എന്തോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടെ കൊടുക്കരുത്. സോ നമുക്ക് ഒരു എന്താ പറയുക നോർമൽ പേസ് എപ്പോഴും കീപ്പ് ചെയ്യാം. റിമെമ്പർ ടു കീപ് ദാറ്റ്. ആൻഡ് എപ്പോഴും പറയുമ്പോൾ ഒരു ടോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ സംസാരത്തിൽ കീപ്പ് ചെയ്യാം. മോണോട്ടണസ് ആയിട്ട് എപ്പോഴും സംസാരിക്കുക. ഞങ്ങൾ ഡിപ്രഷൻ പേഷ്യൻസിനെ ക്ലിനിക്കൽ സൈഡിൽ കാണുന്നത് പോലെ അല്ലെ, ഡിപ്രഷനുള്ള പേഷ്യൻസിന് കാണാറുണ്ട് ഹോസ്പിറ്റലിൽ. വളരെ മൊണോട്ടണസ് ആയിരിക്കും, ടോണിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. യൂഷ്വൽ എന്താ പറയാ ഒരേ ടോണിലായിരിക്കും സംസാരിക്കുക. അപ്പൊ നമുക്ക് നാച്ചുറലി തോന്നും അവർക്കൊരു ധൈര്യം ഇല്ല, റൈറ്റ്? ദേ ആർ നോട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ നല്ല ഫ്ലെക്സ് എന്താ പറയണേ ആ വോയിസ് ഒക്കെ നന്നായിട്ട് മാറ്റി നല്ല രീതിയിൽ ആ ഒരു എന്താ പറയണേ ആ ഒരു ടോണിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. യു ഷുഡ് ക്യാരി യുവർ സെൽഫ് ഇൻ എ കോൺഫിഡന്റ് മാനർ. ഓക്കെ, അപ്പൊ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ത്രൂ ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെ, നെറ്റിക്കേറ്റ്സ് നിങ്ങളൊരു ത്രൂ ഓൺലൈൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മേ ബി നിങ്ങൾ ഞങ്ങളെക്കാളും വെൽ വേഴ്സ്ഡ് ആയിരിക്കും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സോ വിൽ സീ ദി എലമെന്റ്സ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇഫ് യു ആർ സെൻഡിങ് എൻ ഇമെയിൽ, ഒരു മെയിൽ അയക്കുവാണ്. ഓക്കെ, അപ്പൊ അതിന് സാധാരണ നമ്മൾ എല്ലാവരും മെയിൽ അയക്കാറുണ്ട് അല്ലേ? ഇല്ല, എല്ലാവരും മെയിൽ അയക്കുന്ന ആളുകളല്ലേ? നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. ഓൾ ഓഫ് യു ദേർ? ആർ യു ഓൾ ദേർ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും മെയിൽ അയക്കുന്ന ആളുകളല്ലേ? അപ്പൊ നിങ്ങൾ സാധാരണ മെയിൽ അയക്കുമ്പോ എങ്ങനെയായിരിക്കും ഒരു ഒഫീഷ്യൽ മെയിൽ അയക്കുക? ഒന്ന് പറയാമോ? ആദിത്യൻ എന്ന് എഴുതിയിട്ട് ഇരിക്കുന്നത് അത് മാം അതിന്റെ അനിയന്റെ അക്കൗണ്ടാ. Okay, that's fine. There was a mismatch in gender. Okay, that's fine. Okay, can you just tell me എന്തൊക്കെയാണ് ഒരു മെയിൽ അയക്കുകയാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുക? ഉദാഹരണത്തിന് ഒരു ജോബ് ആപ്ലിക്കേഷൻ അയക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യാറ്? ഒന്ന് പറയാമോ? അതിനെ കുറിച്ച് വലിയ എത്തുപിടിയില്ല, കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ല. ആരെങ്കിലും ജോബ് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ ത്രൂ ഇമെയിൽ? എലൈസ ടൈറ്റിൽ കൊടുക്കും. പിന്നെ സബ്ജക്ട് വേണം. ഓക്കെ, പിന്നെ എന്ത് വേണം? പിന്നെ പറഞ്ഞോ. എലൈസയുടെ പഠിച്ചിരിക്കുന്ന എന്താ? എലൈസ എന്ത് കോഴ്സാ ചെയ്യുന്നത്? ബിടെക് ആണ് ചെയ്യുന്നത്. ഏത് സ്ട്രീമാ മോളെ? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക്സ്. അപ്പൊ എന്തൊരു ജോലി ആയിരിക്കും മോൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ ഏത് പോസ്റ്റ് ആയിരിക്കും കിട്ടുക എലൈസയ്ക്ക് ആദ്യം ചെല്ലുമ്പോൾ? സോഫ്റ്റ്വെയർ ഫീൽഡിലായിരിക്കും നോക്കുന്നത്. ഓക്കെ, ഒരു എഞ്ചിനീയർ പോസ്റ്റ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷർ, ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറുടെ ഒരു പോസ്റ്റാണ് നമ്മളുടെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആസ് യു വിഷ് ഒരു പോസ്റ്റാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് പറയുന്നു വി നീഡ് എ ഫ്രഷർ. ഒരു ഫ്രഷറാണ്, ഒരു ഗുഡ് അക്കാദമിക് ക്രെഡൻഷ്യൽസ് ഉള്ള ഒരാളായിരിക്കണം. പ്രിഫറബിളി ഇന്നൊരു ഏരിയയിൽ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ. സോ ആൻഡ് നമ്മളുടെ തന്ന ഈ കാര്യമായിട്ട് എലൈസയുടെ പ്രൊഫൈല് മാച്ച് ചെയ്യുന്നുണ്ട്. യു നോ ദാറ്റ് വെൽ അല്ലെ? അപ്പൊ എങ്ങനെ എലൈസ ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും? ഹൗ വിൽ യു സെൻഡ് എൻ ഇമെയിൽ? പറയാമോ? പിന്നെ അവർ പറയുന്നുണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് ആണ്, മോർ പ്രിഫറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കൂടുതൽ ആഡഡ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇപ്പൊ PHP അഡീഷണൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് ഞാൻ എവിടെ പഠിച്ചെന്നൊക്കെ ഉള്ള കോളേജ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ഓക്കെ, പിന്നെന്താ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഏത് കമ്പനിയിൽ നേരത്തെ വർക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ്
ലാസ്റ്റ് ടൈം ഞങ്ങളുടെ 2-3 പിള്ളേർ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കഥ സാറ് പറയും. രണ്ടുപേരുടെ പ്രൊഫൈല് ഒരു HR-ന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് വിളിച്ച് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. നല്ല 2 കുട്ടികളെയാണ് ഞങ്ങൾ തരുന്നത്. ദേ ആർ വെരി വെരി സ്മാർട്ട്. ഞങ്ങള് കുറച്ചും കൂടെ സാലറി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ ലിമിറ്റിൽ മാക്സിമം ഞങ്ങൾ കൊടുത്തു. സോ വി വോണ്ട് ദം ടു റിസീവ് മോർ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് യു ഷുഡ് ടേക്ക് ദം, ഹയർ ദം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്തിട്ട് 2 പിള്ളേരെ പറഞ്ഞു വിട്ടു. അവരെന്നിട്ട് CV അയച്ചു കൊടുത്തു. CV അയച്ചു കൊടുത്തപ്പോൾ HR തിരിച്ചിങ്ങോട്ട് വിളിച്ചു. സാറ് പറഞ്ഞു സാറിന്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടികളാണല്ലേ പറഞ്ഞു, ഇവരുടെ CV-യിൽ ഒരു എക്സ്പീരിയൻസും കാണുന്നില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ എൽദോ സാർ വിളിച്ചു ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ CV അയച്ചതിൽ എക്സ്പീരിയൻസ് കാണിച്ചില്ലേ? എന്താ നോഷയുടെ എക്സ്പീരിയൻസ് കാണിച്ചില്ലേ? ഞാൻ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്നാണല്ലോ പറഞ്ഞത്. So then they realize they didn't show their experience. അപ്പൊ നമ്മൾ പലപ്പോഴും ഇവിടെ ഒരാളും ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. He was the person who was interacting with the HR. അതുകൊണ്ട് he could correct them then and there. എന്നിട്ട് അവര് മാറ്റി CV-യിൽ പിന്നെ എക്സ്പീരിയൻസ് വെച്ച് ഇന്ന അഡീഷണൽ ട്രെയിനിങ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റി CV അയച്ചു. പറഞ്ഞതുകൊണ്ട് they would have been selected. പറഞ്ഞതുകൊണ്ട് സെലക്ട് ചെയ്യുമായിരുന്നു, ഈവൻ ദോ അവർ മെൻഷൻ ചെയ്തില്ലെങ്കിലും. പക്ഷെ അവർ ചെയ്തത് വലിയൊരു ഫോൾട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം, അവിടെയാണ് നിങ്ങളുടെ വിജയം. ഓക്കെ, ഞാൻ ആക്ച്വലി എന്നെയും ബെസ്സിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഭയങ്കര അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് പഠിത്തം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നയാളാണ്. എൽദോ സർ യൂസ് ടു ടെൽ us, you are the person you doesn't know to market yourself. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. Actually he is the one who started marketing us for the first time. We should acknowledge that. Okay, പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് പഠിത്തമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എപ്പോഴും നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ യു ഷുഡ് ഹൈലൈറ്റ് യുവർ ക്രെഡൻഷ്യൽസ്, യുവർ എക്സ്പീരിയൻസ്, യുവർ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും അഡീഷണൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് ഇനി ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണെങ്കിൽ അത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാം. നിങ്ങൾ ഈ ജോബിനെ സെർച്ച് ചെയ്യുമ്പോൾ ഐ ഹാവ് എ പ്രോജക്ട് എക്സ്പീരിയൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്ട്രീമിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു റൈറ്റ് ഫസ്റ്റ് അബൌട്ട് യുവർ കോളേജ്, കേട്ടോ. അത്ര ഒരു വെൽ നോൺ കോളേജ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മെൻഷൻ. ഒരു IIT പോലെ ഒരു കോളേജ് ആണെങ്കിൽ ഓക്കെ, ബട്ട് അതർവൈസ് നമുക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ബ്രോഡ് ഇതിൽ കൊടുക്കാം. വൺ ഓഫ് ദ റെപ്യൂട്ടഡ് കോളേജസ് അണ്ടർ ഇന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ. സോ പീപ്പിൾ വുഡ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ്, അല്ലേ? നമ്മളൊരു കോളേജ്, ഇപ്പം എൻ്റെ ഒരു പെർട്ടിക്കുലർ ഒരു കോളേജ് പറയുന്നതിനേക്കാളും they would be more familiar with the university. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ ചെയ്യാം. ആൻഡ് I've completed my course ഒരു പെർട്ടിക്കുലർ ഇയറിലാണ് കംപ്ലീറ്റ് ചെയ്തത് വിത്ത് ഗുഡ് GPA ഇത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആൻഡ് പിന്നെ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ക്രെഡൻഷ്യൽസ് ഉണ്ട്, യു ഷുഡ് മെൻഷൻ ദ. ആ ജോബും നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ CV-യും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. CV നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല CV ആയിരിക്കണം. ഓക്കെ, സോ someone raise the hands. Who's that? Ma'am, can I? Ma'am. Yeah, sure. Suresh. Ma'am, actually ഇപ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ പറയാറുണ്ട്. വാട്ട്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത്? അപ്പൊ നമ്മൾ എപ്പോഴും സ്ട്രെങ്ത് പറയുമ്പോഴും യു ഷുഡ് പുട്ട് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദി കമ്പനി. വീക്ക്നെസ് പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം സ്ട്രെങ്ത് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഞാനൊരു വളരെ ഹാർഡ് വർക്കറാണ്, എന്താ പറയാ, ഐ എം എ ഗുഡ് ടീം മെമ്പർ ആണ്, എനിക്ക് നല്ല ആളുകളുമായിട്ടെല്ലാം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ഐ കൻ ലീഡ് എ ഗ്രൂപ്പ് വെരി വെൽ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ അൾട്ടിമേറ്റ്ലി അത് ചെയ്യുമ്പോൾ ആൻഡ് നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, ഐ എം കോൺഫിഡൻറ്റ്, നിങ്ങൾ എന്ത് ജോലി തന്നെ ഏൽപ്പിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് റിഫ്ലെക്ട്സ്, അല്ലേ? പിന്നെ തിരിച്ച് ഇനി വീക്ക്നെസ്സാ പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർ നാച്ചുറലി ദേ മേ ഫീൽ. ഇനിയിപ്പോ നാളെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിൽ നിന്ന് പുള്ളി പോവാൻ സാധ്യതയില്ല. അതാ ക്രിക്കറ്റിന്റെ കഥ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇരിക്കണം. ഞാൻ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലിക്ക് വരില്ല, ഐ എം സോ ഫോണ്ട് ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി അവിടെ നിന്ന് കാര്യം വിട്ടു, കയ്യിൽ നിന്ന് പോയില്ലേ. പക്ഷെ നമുക്ക് തിരിച്ചു പറയാം,
എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇസ് ദാറ്റ് ഐ എം എ വർക്കഹോളിക്. ഇഫ് യു അസൈൻ മീ എ ടാസ്ക്, അത് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ആ മാത്രമല്ല, വേണമെങ്കിൽ പറയാം, ഞാനൊരു കാര്യം കിട്ടിയാൽ അതിനെ പഠിച്ചിട്ട് മാത്രമേ ചെയ്യൂ. ഐ സ്പെൻഡ് ടൈം ടു ലേൺ എ പെർട്ടിക്കുലർ തിങ് ആൻഡ് ഞാൻ അങ്ങനെ എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം എടുത്ത് പഠിച്ച് ഭംഗിയായി ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി അതല്ല, ഇനി എങ്ങാനും നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് പറയുമ്പോൾ അറിയാതെ നിങ്ങളുടെ വായിന്ന് വന്നു പോയി, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്നെങ്ങാനും വന്നു പോയെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം ഐ വാസ്, ബട്ട് നൗ ഐ എം നോട്ട്, ഐ ചേഞ്ച് മൈ സെൽഫ്. കേട്ടാ, അതിനെ മാറ്റിക്കോണം, അതിനെ പോസിറ്റീവ് ആക്കിക്കോണം. അപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോ ആ കമ്പനിക്ക് നമുക്ക് ജോലി തരുന്ന ആൾക്ക് ഉപകാരമുള്ള രീതിയിലാണ് എന്റെ സ്ട്രെങ്ത്തും എന്റെ വീക്ക്നെസ്സും ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിസിസെബി നമ്മുടെ അർഗൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അർഗൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. Would you like to say something? ഒത്തിരി കാര്യം പറയാനുണ്ട്. Your doubt is cleared, I hope. Yeah, ma'am. Sure. Okay, Argan sir. Okay. Thank you, sir. Would you like to say something? So you have raised your hands. Is it by mistake or yes, you want to say something? Sir, വന്നിട്ടുണ്ട്. Sir, hand raise ചെയ്തിട്ടുണ്ട് actually. Is there something in the chat? സാറ് ഒത്തിരി ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിലൊക്കെ വർക്ക് ചെയ്യണയാണ്. ഒത്തിരി MGM കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ CV നിങ്ങൾ അയക്കുമ്പോൾ, നിങ്ങൾ മെയിൽ അയക്കുന്ന കൂട്ടത്തില് മെയിലിന്റെ കണ്ടന്റിന്റെ കൂടെ നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യണം. CV എപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം, അങ്ങനെ കളർഫുൾ ആയിരിക്കണം എന്നല്ല കേട്ടോ പറയണേ. സീക്വൻസിൽ ഓർഗനൈസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു CV ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്. അപ്പൊ ആ CV കണ്ടാൽ തന്നെ തോന്നണം എന്താണ്, നിങ്ങളൊരു നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. റീസെന്റ് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിലൊരു CV കിട്ടി. ഒരാളുടെ എനിക്ക് തോന്നുന്നു ഒരു 10 or 13 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ CV ആണ്. ഇറ്റ് വാസ് റഫ്ലി റിട്ടേൺ ആണ്, എന്തൊക്കെയോ കാര്യങ്ങൾ വെറുതെ പിടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ പറ്റി നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല, എന്തൊക്കെയോ ഉണ്ടെന്ന് മാത്രം മനസ്സിലായി. ബട്ട് ദെൻ ഐ ജസ്റ്റ് റീഓർഗനൈസ്ഡ്. അത് മൊത്തം ഇരുന്നിട്ട് ഒരു ഓവർനൈറ്റ് ഇരുന്നിട്ട് ഐ ജസ്റ്റ് അതിനെ മൊത്തം ഒന്ന് റീഫ്രെയിം ചെയ്ത് ഐ സെൻഡ് ഇറ്റ് ബാക്ക് ടു ഹിം. ഓക്കെ, അയാൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ, ഞാൻ ഇത്രയും വലിയ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ഹി സെൻഡ് ദാറ്റ് CV ടു മെനി പ്ലേസസ്. പുള്ളിക്ക് വന്നിട്ടുള്ള ഓഫറിന് എന്താ പറയാ കണക്കില്ല, അതുപോലെ ആളുകൾ പുള്ളിയെ ജോലിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. ഹി വാസ് ജസ്റ്റ് എ ബേസിക് ഡിഗ്രി ഹോൾഡർ ആണ്, ടീച്ചിങ് പോസ്റ്റിന് വരെ അദ്ദേഹത്തെ വിളിച്ചു. ഓക്കെ, സോ ഇറ്റ് ഇസ് ഹൗ യു പ്രസന്റ് യുവർ സെൽഫ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയണം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. then you should give a brief overview of your educational qualification. നിങ്ങളിപ്പോൾ 3 വർഷം 4 വർഷം പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ മാർക്ക് കാര്യങ്ങൾ അത് ഒരു കൺസൈസ് ആയിട്ട് യു ക്യാൻ ടാബുലേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടാബുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ആൻഡ് ദെൻ യു ഷുഡ് ഗിവ് അഡീഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, അഡീഷണൽ സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, എന്തെങ്കിലും ട്രെയിനിങ്, അഡീഷണൽ ട്രെയിനിങ് നിങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇഫ് യു ഹാവ് സം ഒരു റിയൽ ടൈം പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, യു ഷുഡ് അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ. അപ്പോഴാണ് ഇത് വായിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇത് കൊടുത്താൽ ഹി ഓർ ഷി വുഡ് ഡു ദാറ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുള്ളൂ. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ്, ഓരോ ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ ടീച്ചിങ് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രസന്റേഷൻസ്, പബ്ലിക്കേഷൻസ് അങ്ങനെയുള്ള ലൈനിൽ നിങ്ങൾക്ക് പോകാം. ബട്ട് ടെക്നിക്കലി നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന CV-യിൽ നിങ്ങളുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസസ്, എക്സ്പെർട്ടൈസസ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ വി ഹാവ് ഗോട്ട് 2 kinds of CVs. ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എൻ അക്കാഡമിക് പോസ്റ്റ് ഞങ്ങൾ ഒരു CV കൊടുക്കുക. ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ ക്ലിനിക്കൽ സൈഡ് പോസ്റ്റ് ഞങ്ങളുടെ CV വേറെ ലൈനിലായിരിക്കും. കാരണം അവിടെ ക്ലിനിക്കൽ സൈഡിൽ പോകുന്ന ആൾക്ക് ക്ലിനിക്കൽ സ്കിൽസ് ആയിരിക്കും വേണ്ടത്, പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് അക്കാഡമിക് സ്കിൽസും എന്താ പറയാ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഏതാണോ ഏത് സ്ട്രീമിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് ചേർന്നതായിരിക്കണം നിങ്ങളുടെ CV. അപ്പൊ ഒറ്റ കാര്യം ഓർക്കുക, നാളെ ഒരു CV അയക്കുമ്പോൾ ഏതൊരാൾക്കും അയക്കാൻ പറ്റുന്ന പോലെ ഒരു CV അടിച്ചു വെച്ച് അത് കണ്ണടച്ചങ്ങ് തള്ളിവിടരുത്. So you should see whether it syncs with the post.
റിക്വയർമെന്റ് എന്താണ്, കമ്പനി റിക്വയർമെന്റ് എന്താണ്, അതിന് ചേർന്നതായിരിക്കണം നിങ്ങളുടെ CV. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഡൈവേർട്ട് ചെയ്ത് പോയി. നമുക്ക് തിരിച്ച് നെറ്റിക്കേറ്റ്സ് എലമെന്റ്സ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. കുറച്ചിങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളിരുന്ന് ഉറങ്ങും, അതുകൊണ്ടാണ്. ഓക്കെ, so can you see the screen now? Yes ma'am. ഓക്കെ, സോ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞു നമ്മളൊരു സബ്ജക്റ്റ് എഴുതണം എന്ന് പറഞ്ഞു അല്ലേ. സോ സബ്ജക്റ്റ് എഴുതുമ്പോൾ എന്താ പറയാ, വലിച്ചു വാരി എഴുതരുത്. സബ്ജക്റ്റ് എപ്പോഴും വളരെ ഷോർട്ടായിട്ട് എഴുതണം, കൺസൈസ് ആയിരിക്കണം, മീനിങ് ആയിരിക്കണം. ഒരു മാക്സിമം ഒരു 5 words, അതിൽ കൂടുതൽ അതിനകത്ത് ആവശ്യമില്ല. സോ അപ്പൊ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീം ലീഡർ, വാട്ട് എവർ. നിങ്ങളുടെ ഡെസിഗ്നേഷൻ അത്ര ഫെമിലിയർ അല്ല കേട്ടോ. അപ്പൊ എനിക്ക് അറിയാവുന്നത് ഞാൻ പറയാം. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്കറിയുള്ളൂ. സോ ഐ ജസ്റ്റ് സെഡ് ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് എന്നുള്ളത് കൺസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഫ്യൂ വേർഡ്സിൽ ലിമിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് കൊടുക്കാനായിട്ട്. അപ്പൊ ഒറ്റയടിക്ക് മെയിൽ തുറന്നാൽ ഇത് എന്താന്ന് റീഡ് ചെയ്യണ ആൾക്ക് സബ്ജക്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ കൺസൈസ് ആയിട്ട് വേണം. അല്ലാണ്ട് അതിനകത്ത് എന്താ പറയുക, ഇറ്റ് ഷുഡ് നോട്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ മിറിയഡ് മെയിൽസ് ദാറ്റ് പീപ്പിൾ റിസീവ് ഡെയിലി. നിങ്ങൾ ഒത്തിരി എഴുതി നീട്ടി അങ്ങ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇമെയിൽസ് വരുന്ന കൂട്ടത്തിൽ അത് ക്യാച്ച് ചെയ്യില്ല. അപ്പൊ എന്റെ മെയിൽ എടുത്ത് വെച്ചാൽ എനിക്ക് ഒരു ഒത്തിരി മെയിൽസ് വരും. ആ മെയിൽസിന്റെ ഇടയ്ക്കായിരിക്കും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ മെയിൽ വരുന്നത്. അപ്പൊ ആ മെയില് കാണും, ജോബ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കാണുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ അതിനെ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനെ ഓപ്പൺ ചെയ്യും. അല്ല, അത് ബോൾഡ് ചെയ്ത് ക്യാപിറ്റലൈസ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ബെറ്റർ. ക്യാപിറ്റലൈസ് ചെയ്യുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. പക്ഷെ അത് മാക്സിമം ഒരു 5 words ലിമിറ്റ് ചെയ്യാം. ഒരു പ്രശ്നം എന്താണെന്നറിയോ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിലിന്റെ കണ്ടന്റ് എഴുതുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുതെന്നാണ് പറയുന്നത് കേട്ടോ. സബ്ജക്റ്റിന്റെയും വേണ്ട, നിങ്ങൾ മെയിലിന്റെ കണ്ടന്റ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയുള്ള കുഴപ്പം അതൊരു എന്താ പറയാ, ഒരു ഗുഡ് മാനേഴ്സ് ആയിട്ടല്ല കൺസിഡർ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. പക്ഷെ അങ്ങനെ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാത്രം എഴുതരുത്. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് മാനേഴ്സ് വെൻ യു റൈറ്റ് ഇംഗ്ലീഷ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. സോ അപ്പൊ ആദ്യം നമ്മൾ സബ്ജക്റ്റ് വെച്ച് അടുത്തത് നമ്മൾ ചെയ്യുന്ന സല്യൂട്ടേഷൻ ആണ് അല്ലേ. സോ അപ്പൊ സല്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, ഒരു ഒഫീഷ്യൽ മെയിലൊക്കെ ആകുമ്പോൾ റെസ്പെക്റ്റഡ് സർ ബാർ മാഡം, ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സർ ബാർ മാഡം വെക്കാം. ഇനി ഒരു ജെൻഡർ പ്രിഫറൻസിൽ ചിലര് മാഡം ബാർ സർ എന്ന് പറയാറുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ യു ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ് വേ. അപ്പൊ അങ്ങനെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ സർ മാഡം എന്ന് പറയുന്നതിലും മിസ്റ്റർ മിസ് എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാന്നാണ് പറയാം. പക്ഷെ നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ റെസ്പെക്റ്റഡ് സർ ബാർ മാഡം എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും റിമെമ്പർ ടു യൂസ് സെക്കൻഡ് നെയിം കേട്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ അവർ തന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. മിസ്റ്റർ അശോക് സെൻ എന്നാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ആളുടെ പേരെങ്കിൽ can write Mr. Sen. ഓക്കെ, അതുപോലെ either you can use Mr. Sen അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ പേര് ഫുൾ പേര് എഴുതണം. ഓക്കെ, അപ്പം പിന്നെ ഒരു കാര്യം, അപ്പം വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെയാണ് അങ്ങനെയുള്ള എബ്രോഡ് ജോബുകൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ റെസ്പെക്റ്റഡ് സാബാർ മാഡം, യു കൻ ജസ്റ്റ് സേ ഡിയർ സാബാർ മാഡം. അവർക്ക് അത് അത്രയും കുഴപ്പമില്ല. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻസ് ഏത് സ്ഥലത്തുള്ള ആളെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് സല്യൂട്ടേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. And then you should write your content. കണ്ടന്റ് ഇപ്പൊ എഴുതുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് കണ്ടന്റ് ആണ്, മാറ്റർ ഓഫ് ദി മെയിൽ ആണ്. അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ജോബിന് ചേരുന്ന രീതിയിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ കണ്ടന്റ് എഴുതുക. ഓക്കെ, ഇനി എഴുതേണ്ടത് സൈൻ ഓഫ് ആണ് അല്ലേ. ലെറ്റർ എഴുതി അവസാനം നിങ്ങൾ അല്ലെങ്കിൽ മെയിൽ എഴുതുമ്പോൾ അവസാനം നിങ്ങൾ എക്സ്പെക്ടിങ് യുവർ കൈൻഡ് കോപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ. ഓക്കെ, അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. സോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ
എന്താണ് സല്യൂട്ടേഷൻ കൊടുത്തു അല്ലെ, ആ സല്യൂട്ടേഷന് ചേരുന്ന സൈൻ ഓഫ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ഡിയർ സർ ബാർ മാഡം എന്നാണ് എഴുതി വിട്ടെങ്കിൽ നിങ്ങളുടെ അവസാനം സൈൻ ഓഫ് ചെയ്യണത് റിഗാർഡ്സ് എന്നായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ല. റെസ്പെക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളിന്നോ യോഴ്സ് സിൻസിയർലിന്നോ അങ്ങനെ ആയിരിക്കണം സിൻസിയർലി നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ, സൈൻ ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും സല്യൂട്ടേഷൻ എന്ത് കൊടുത്തോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ സൈൻ ഓഫിനുള്ള ടേംസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണെങ്കിൽ അതിന് നമുക്ക് ക്വാളിഫയേഴ്സ് വെക്കാം, കൈൻഡ് റിഗാർഡ്സ്, ബെസ്റ്റ് റിഗാർഡ്സ്, അങ്ങനെ വേണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാം. അത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്, റിഗാർഡ്സ് എഴുതിയാലും മതി. ഓക്കെ, ഓക്കെ. ചിലര് താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എഴുതി വെക്കാറുണ്ട്. താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. യു ക്യാൻ സേ റിഗാർഡ്സ്, ദാറ്റ്സ് ഇനഫ്. താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് അത്ര ഒരു നല്ല യൂസേജ് അല്ല. ഓക്കെ, പിന്നെ ഉള്ളത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഡിഫൻക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല. യു ക്യാൻ റൈറ്റ് സിൻസിയർലി, ദാറ്റ്സ് എനഫ്. ഇനി അല്ലെങ്കിൽ ഡിയർ സർ ബാർ മാഡം എഴുതുമ്പോൾ നിങ്ങൾ റിഗാർഡ്സ് എഴുതി കൺക്ലൂഡ് ചെയ്താലും മതി. ഒരു പുതിയ ഫോമാറ്റിൽ നമുക്ക് അതാണേലും മതി. ഓക്കെ, സോ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സല്യൂട്ടേഷനും സൈൻ ഓഫും മാച്ചിങ് ആയിരിക്കണം, സിങ്ക്രോണൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോകും. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഹായ്, ഹലോ, ഡിയർ എന്നൊക്കെ എഴുതുവാണെങ്കിൽ അതൊരു ഇൻഫോർമൽ വേ ആണ്. ഓക്കെ, ഹലോ ഡിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് എഴുതാറ്. ഇനി അതല്ല ഡിയർ മിസ്റ്റർ ദലാൽ എന്നാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് സിൻസിയർലി എന്ന് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഹായ് സിൻസിയർലി എന്നൊരിക്കലും നമ്മൾ പറയില്ല. ഹായ് എഴുതി തുടങ്ങിയതിനെ ഒരിക്കലും സിൻസിയർലി എന്ന് എഴുതില്ല. ഹായ് എഴുതിയാൽ നമ്മൾ താഴെ റിഗാർഡ്സ് എന്ന് എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു ഇൻകോൺഗ്രുവന്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിയർ മിസ്റ്റർ ദലാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് നമ്മൾ എഴുതുന്നതിലും സോറി എന്താ പറയാ, അവിടെ നമ്മൾ ഇൻഫോർമലി കൺക്ലൂഡ് ചെയ്യുന്നതിലും നല്ലത് ഫോർമലി കൺക്ലൂഡ് ചെയ്യായിരിക്കും. ഓക്കെ, സോ അപ്പൊ എപ്പോഴും കോൺഗ്രുവന്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യാനായിട്ട്, സൈൻ ഓഫും അതുപോലെ തന്നെ സല്യൂട്ടേഷനും എഴുതാനായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ക്ലിയർ മാം. അപ്പൊ ഇനി നമ്മുടെ കേസിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മള് ഒരു എന്താ പറയാ, റെസ്പെക്റ്റഡ് സർ ബാർ മാഡം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഓർ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യാറ്. ബെറ്റർ ടു യൂസ് സിൻസിയർലി. സിൻസിയർലി ആണ് എപ്പോഴും കുറച്ചുകൂടി. യുവേഴ്സ് എന്നുള്ളത് എഴുതണമെങ്കിൽ സിൻസിയർലി എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ബസ്സി പറഞ്ഞ പോലെ തന്നെ എബ്രോഡ് ഉള്ള കൺട്രീസിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളൊക്കെ വെളിയിലൊക്കെ ഉള്ള ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡിയർ സർ അല്ലെ ഡിയർ മാഡം എന്നൊക്കെ അയക്കുക. ഓക്കെ, സോ അപ്പൊ അത് നിങ്ങൾ നോക്കുക, എങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കണം സല്യൂട്ടേഷനും സൈൻ ഓഫും പോകേണ്ടത്. ഓക്കെ, സോ ഈ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് എപ്പോഴും കൺസൈസ് ആയിരിക്കണം. അതിനകത്ത് വലിച്ചു വാരി എഴുതിയിട്ട് അത് വായിക്കുന്ന ആൾ ചിലപ്പോൾ മുഴുവൻ വായിക്കില്ല. അപ്പൊ കൺസൈസ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇനി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബുള്ളറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, കാരണം ഒരു സെന്റൻസ് ആയിട്ട് വലിയ സെന്റൻസ് ആയിട്ട് എഴുതാനും എളുപ്പമായിരിക്കും. ഐ ഹാവ് ഒബ്റ്റെയിൻഡ് ട്രെയിനിങ് ഇൻ ഫോളോയിങ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ 1, 2, 3 വേണമെങ്കിൽ അല്ലെങ്കിൽ ബുള്ളറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഒറ്റ സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് വരേണ്ടത് കേട്ടോ. അപ്പൊ തുറന്നു നോക്കി, മെയിൽ തുറന്നു നോക്കി ഒറ്റ ഗ്ലാൻസിൽ കംപ്ലീറ്റ് കണ്ടന്റ് കാണാൻ പാകത്തിന് വേണം എഴുതാനായിട്ട്. Okay, and then ideally a sentence should be confined to about 1.5 lines and a paragraph to about 5 lines. ഒരു സെന്റൻസ് ഒരു 1.5 ലൈനിൽ കൂടുതൽ പോവാതിരിക്കുകയായിരിക്കും നല്ല. വലിച്ചു നീട്ടി ലോങ് സെന്റൻസസ് എഴുതാതിരിക്കുക. ലോങ് സെന്റൻസ് പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ സെന്റൻസ് വായിച്ച് അവസാനം എത്തുമ്പോഴത്തേനും നമുക്ക് തുടക്കത്തെ കാര്യങ്ങൾ വിട്ടുപോകും. നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാവും. നല്ല ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കൂടും നിങ്ങൾ ലോങ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോയാൽ. നിങ്ങൾ അത്ര ലാംഗ്വേജിൽ വെൽ വേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റർ നോട്ട് ടു യൂസ് ലോങ് സെന്റൻസസ് ആൻഡ് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പൊ ഒരു 1.5 ലൈനിൽ ഒരു സെന്റൻസ് ഒതുക്കുക. ഒരു പാരഗ്രാഫിൽ മാക്സിമം 5 ലൈൻ, അത്രയും കൊണ്ട് ഒരു പാരഗ്രാഫ് നിർത്തുക. മാക്സിമം നിങ്ങൾ ഒറ്റ സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കണം ടെക്സ്റ്റ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ a message in
all caps is hard to read and it is equivalent of shouting in emails. അതാണ് ഒരു അരഗന്റ് മാനർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ മുഴുവൻ എഴുതുന്നു എന്നത് മീൻ ചെയ്യുന്നത്. ബോഡി ഒരിക്കലും ഫുൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദെൻ യൂസ് അപ്പർ കേസസ് ഫോർ എംഫസിസ്. നിങ്ങൾക്ക് എന്തെങ്കിലും എംഫസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പർ കേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ബോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് എൻറ്റയർ മെസ്സേജ് ടൈപ്ഡ് ഇൻ ലോവർ കേസ് നോട്ട് ഓൺലി ഹാമ്പേഴ്സ് റീഡബിലിറ്റി ബട്ട് ഓൾസോ വയലേറ്റ് ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ചില ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവന്ന് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും സെന്റൻസ്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മൊത്തം സ്മോൾ ലെറ്റർ എഴുതല്ലേ, സെന്റൻസ് എഴുതുമ്പോ എങ്ങനെയാ നമുക്കറിയാലോ അല്ലെ, ഫസ്റ്റ് എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് എഴുതുക. അതുപോലെ പ്രോപ്പർ നൗൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മള് പേരുകളൊക്കെ എഴുതുക, സ്ഥലപ്പേര്, ഒരാളുടെ പേരൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം തെറ്റുകൂടാതെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ സീക്ക് സംബഡീസ് ഹെൽപ്പ്. ഒരു വായിച്ചു നോക്കാമോ എന്ന് നമുക്ക് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കളർ ഇറ്റാലിക്സ് ആൻഡ് ബോൾഡ് ക്യാൻ ബി യൂസ്ഡ് ജുഡീഷ്യസ്ലി ഫോർ എംഫസിസ് ആൻഡ് ഇഫക്റ്റ്. കളർ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, ബോൾഡ് ചെയ്യാൻ നമുക്ക് ബോൾഡ് അല്ലെ ഇറ്റാലിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അത് എടുത്ത് കാണിക്കേണ്ട എന്തെങ്കിലും ഒരു ആസ്പെക്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ഇറ്റാലിക്സും ബോൾഡൊന്നും നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്പെല്ലിങ്സ് തെറ്റാൻ പാടില്ല, പങ്ക്ച്വേഷൻസിൽ മിസ്റ്റേക്സ് വരാൻ പാടില്ല, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരാൻ പാടില്ല. പരമാവധി തെറ്റുകൂടാതെ ഒരാൾക്ക് വായിച്ച കാര്യം മനസ്സിലാവണം. പിന്നെ അയക്കണതിന് മുമ്പ് ഒന്നുകൂടെ വായിക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിംപ്ലി യു ടൈപ്ഡ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ തന്നെ അയക്കുകയല്ല. യു ഷുഡ് ജസ്റ്റ് ഹാവ് എ സെക്കൻഡ് ലുക്ക് കേട്ടോ, ഒന്നുകൂടെ ഇരുത്തി ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ. വൺസ് ഇറ്റ് ഇസ് സെന്റ് യു കനോട്ട് റിവേർട്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷമാണ് മെയിൽ അയക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽസിൽ ഒരു സിഗ്നേച്ചർ നോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെയൊക്കെ മെയിൽ ഞാൻ എപ്പോഴും അയക്കുമ്പോൾ എല്ലാ മെയിലും പോകുമ്പോൾ അവസാനം റിഗാർഡ്സ് സെബി പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ MOIC കോളേജ് നഴ്സിംഗ് കോളേജ് അങ്ങനെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആർക്ക് മെയിൽ അയച്ചാലും എനിക്ക് അതിന്റെ നോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ ജിമെയിലിലൊക്കെ സെറ്റിങ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അത് ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാ മെയിലിലും ഇങ്ങനെ തന്നെ പൊക്കോളും. പക്ഷെ പ്രൊഫൈൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ റിമെമ്പർ ടു when you change your job you remember to edit and send it. ഒഫീഷ്യൽ മെയിൽസ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സെയിം മെയിൽ ആണെങ്കിൽ നിങ്ങൾ കമ്പനി മാറിയെങ്കിൽ നിങ്ങൾ അത് മാറ്റിക്കൊള്ളണം. ഓക്കെ, അതർവൈസ് ഇപ്പൊ നമുക്ക് ഓഫീസ് മെയിലുകൾ കിട്ടില്ലേ, അതിൽ നിങ്ങൾക്ക് യു ക്യാൻ സെറ്റ് ആൻഡ് കീപ്. അത് നിങ്ങൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാണ്, ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, ഓക്കെ, സാറ് ഡ്രൈവിംഗിലാന്ന് തോന്നുന്നു അല്ലേ അർഗൻ സാറ്? അതായിരുന്നു തോന്നുന്നു. ഞാൻ ജസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ പാലാരിവട്ട അവിടെ ആണല്ലേ? ഓക്കെ ഓക്കെ നോക്കിക്കൊണ്ട് വായിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ് സാർ. ഓക്കെ, നമ്മുടെ വാക്സിനേഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ ജോയിൻ ചെയ്തു 2:40. ഓക്കെ 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 കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഗ്രേറ്റ്. നല്ലായിരുന്നു, നല്ല ഇത് ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഞാൻ കണ്ടു.
ഓക്കെ ഓക്കെ. MGMലെ പിള്ളേരുണ്ട്, സാന്ദ്ര ബോസൊക്കെയും കാണുന്നുണ്ട് ഇതിനകത്ത്. ഒത്തിരി പേരുണ്ട്. നമുക്ക് കുറച്ച് ഈ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. കാര്യം ഇവര് വെബ്സൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ പറഞ്ഞില്ലേ, വെബ്സൈറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു. ആളുടെ ബയോഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ HR ഇങ്ങോട്ട് വരുന്നപ്പോ നോക്കിയപ്പോ ഒന്നുമില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. നമ്മൾ അതിന്റെ ഇന്നലെ നമ്മുടെ ഒരു സ്റ്റുഡന്റ്, നമ്മുടെ ഒരു ഷാജി പറഞ്ഞിട്ട് ഒരു ക്ലബ് ഹൗസിൽ വന്നായിരുന്നു. ഓക്കെ. നമ്മുടെ ഒരു സ്റ്റുഡന്റ്, ഞാൻ ആക്ച്വലി മെക്കാനിക്കലാ. അപ്പൊ മെക്കാനിക്കലിലെ പുള്ളി റെസ്യൂമെ ഫോർമാറ്റ് എല്ലാം അയച്ചിട്ടുണ്ട്. ഇങ്ങേരെ ജസ്റ്റ് ഡയറക്ട്ലി ഒരു മെസ്സേജ് അയച്ചു. ആ റെസ്യൂമിനകത്ത് നമ്പർ കൊടുത്തേക്കുന്ന അപ്പന്റെ നമ്പരാ. പിന്നെ ആകെ കൊടുത്തേക്കുന്ന ആ റെസ്യൂമിനകത്ത് ആകെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പിന്നെ എന്താ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ ആരാണെങ്കിലും എന്താ ഇന്റർവ്യൂ ചെയ്യാനുള്ള, ഏത് കാര്യത്തിന് ഇന്റർവ്യൂ ചെയ്യേണ്ടി, എന്താണ് കഴിവ്, എന്താണ് സാമർത്ഥ്യം, ഒന്നും ഇല്ല, ബ്ലാങ്ക് ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ ഫോർമാറ്റൊക്കെ അവര് പറഞ്ഞു, അവർക്ക് അത് കണ്ടപ്പോ തന്നെ ഒന്നും നമ്പർ കിട്ടിയില്ല. വിളിച്ചപ്പോഴും അപ്പൻ നമ്പർ കിട്ടിയാണ്. ഞാൻ ഇയാളെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞു റേഞ്ച് കട്ടായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല റേഞ്ച് ഉള്ള നമ്പരും ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ജിയോ നമ്പറാ. അപ്പൊ ഞാൻ അത് ജിയോ നമ്പർ കൊടുത്താൽ പോരെ റെസ്യൂമിനകത്ത്. അപ്പൊ അതൊന്നും ചെയ്യണം. രണ്ടാമത് പറഞ്ഞെങ്കിൽ റെസ്യൂമെ ഇങ്ങനെ ജസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം ഇട്ടിട്ട് കാര്യമുണ്ടോ? ബാക്കി അവർ സ്കൂളിലെ കോളേജിലെ ക്വാളിഫിക്കേഷനും ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും അവർ ഇടുന്നുണ്ടല്ലോ ഇന്റർവ്യൂലൊക്കെ ചെയ്യാൻ. പിന്നെ ഇന്റേൺഷിപ്പോ ക്വാളിഫിക്കേഷൻസും ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ ഉള്ളു. അതൊക്കെ എല്ലാം ചെയ്ത് ഞാൻ ഇന്നലെ ശരിയാക്കി പുള്ളി ഓവർവ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു ഒന്ന് അയച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ടേക്കപ്പ് ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എന്റെ അടുത്ത് പറയാറുണ്ടല്ലോ സാറേ, ഞാൻ ഇങ്ങനെ അവര് കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ മെയിൽ അയക്കാൻ പറഞ്ഞു. മെയിലൊക്കെ ഒന്നും പറഞ്ഞില്ല. എല്ലാം അയച്ചു കഴിഞ്ഞിട്ടാണ് അവര് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയി. നമ്മൾ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര എക്സ്പെക്ടേഷൻ സെറ്റപ്പ് ചെയ്ത് വെക്കും. അപ്പൊ അവിടെ പൊളിഞ്ഞുപോയി. അപ്പൊ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞപ്പോ അവരോട് സാറേ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പുള്ളിക്ക് നേരിട്ട് മനസ്സിലായി കാര്യങ്ങളൊക്കെ. സാറേ വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. അൾട്ടിമേറ്റ്ലി വി വിൽ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വി വിൽ കീപ് ഓൺ ട്രൈങ് ആൻഡ് വി വിൽ കീപ് ഓൺ ടെല്ലിങ്. നമ്മള് കുറെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ സിബി മാഡം പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഈ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ചില കേസിൽ അങ്ങനെ വന്നെന്നില്ല ക്ലിയർ ചെയ്യാൻ. നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്ക് അറിയാം, ഇപ്പൊ എല്ലാവരും കഴിവുകൾ നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരാളെ ഇടയിലുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ ബയോഡാറ്റ എല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ റെഫറൻസ് ഒക്കെ വെക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. റെഫറൻസ് മിക്കവാറും നമ്മുടെ HODs. ഇന്നലെ ഒരു സ്റ്റുഡന്റ്, നമ്മുടെ പാസ് ഔട്ട് സ്റ്റുഡന്റ് UK വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പാസ് ഔട്ട് ആയത് 2017 പാസ് ഔട്ട് ആയത്. അപ്പൊ അവര് പറഞ്ഞു സാറേ എന്താ പറഞ്ഞെങ്കിൽ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇൻഫോസിസിൽ വർക്ക് ചെയ്യായിരുന്നു, സീനിയറിനെ കല്യാണം കഴിച്ച് UK പോയി സെറ്റിൽ ആകാൻ പോവാ, ജോബ് അന്വേഷിക്കാൻ പോവാ. അപ്പൊ അവിടെ റെഫറൻസും കാര്യങ്ങൾ കൊടുത്തപ്പോ എന്റെ റെഫറൻസ് ഞാൻ പറഞ്ഞു എന്റെ റെഫറൻസ് ആണെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് HOD അതുപോലെ നിങ്ങളെ പഠിപ്പിച്ച ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എനിവേ എന്റെ നമ്പർ കൊടുത്തോളൂ, ഇമെയിൽ അയച്ചിട്ട് ഞാൻ ആ ഫോർമാലിറ്റി ആയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ വെരിഫിക്കേഷൻ കാര്യങ്ങളും UK അതോറിറ്റീസ് വെരിഫൈ ചെയ്യും. ഇപ്പൊ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും എല്ലാ എഡ്യൂക്കേഷൻ വെരിഫിക്കേഷൻ മെയിൽ വരാറുണ്ട്. അതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് USTയുടെ ഗ്ലോബലിന്റെ നമ്മുടെ പഴയ സ്റ്റുഡൻസ് അമൃതയും ജസ്റ്റിന്റെ മെയിൽ വന്നായിരുന്നു എഡ്യൂക്കേഷൻ വെരിഫിക്കേഷൻ. അപ്പൊ മെയിലെല്ലാം എന്റെ അഡ്മിൻ എന്റെ അടുത്ത് വരും. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡന്റിനെ അറിഞ്ഞെങ്കിലും നമുക്ക് അവർ പാസ്സായിട്ടുണ്ടോ, ബാക്ക്ലോഗ് ഇല്ലാത്ത പാസ്സായിട്ടുണ്ടോ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് ഡിപ്പാർട്ട്മെന്റ് മാത്രം, ഞാൻ പ്ലേസ്മെന്റ് ഓഫീസറായിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു വെരിഫൈ. കാരണം ഡിപ്പാർട്ട്മെന്റ് ഇവർ പഠിപ്പിച്ച ടീച്ചറും ദേ ക്യാൻ ഓൺലി വെരിഫൈ ദ വെദർ ദേ ഹാവ് ക്ലിയർഡ് ഓൾ ദ പേപ്പേഴ്സ്. ബാക്ക്ലോഗ് ഇല്ലാത്തവർ ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. സോ ദ സ്റ്റുഡന്റ് ഹാസ് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത്, പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും ദ സ്റ്റുഡന്റ് ഹാസ് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ സ്കൂൾ, കോളേജ്, wherever they have studied. കാരണം എന്താ പറഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ വരുമ്പം they will directly ask the authorities who are responsible for this thing. അപ്പം ഈവൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അറിയിക്കുക. അപ്പോൾ ഹൂ ഇസ് ദ കൺസേൺ പേഴ്സൺ, വി ഷുഡ് ഓൾവേസ് ഇൻഫോം ദം ഇതുപോലത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. സോ ആ കുട്ടി ആക്ച്വലി മെസ്സഞ്ചറിലാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിവേ വാട്സ്ആപ്പ് നമ്പറും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. എനിവേ ഷീ വാസ് ദെയർ ഓൺ ഫേസ്ബുക്ക്. അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ സാറിന്റെ കാര്യങ്ങൾ ഓർത്തു. അപ്പം പെട്ടെന്ന് മെസ്സേജ്, ഞങ്ങൾക്ക് നോ പ്രോബ്ലം, ഡോണ്ട് വറി, ഐ എം ദെയർ,
we are all there for you. You keep in touch with everyone. നമ്മുടെ യുകെയുടെ അലുമിനി അസോസിയേഷൻ ആയിട്ട് she will be one of the coordinators. I am പറഞ്ഞു. The couple will be kept as a coordinator. So anyway, that's the thing. We have students across the world, Canada, UK, Australia, all different types of world, include my cousin in Zambia also, in Africa. Above, we have all parts of the world, all alumni are in different parts of the world, different companies. We can use them for our benefit. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ അതിന്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് ഇപ്പൊ സെബി ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആക്ച്വലി ഇപ്പൊ സാർ റെഫറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറയാൻ അന്നേരം വിട്ടുപോയി. ഞാൻ പറയണം എന്ന് ഓർത്തു, ബട്ട് സ്റ്റിൽ ഐ മിസ്ഡ് ഔട്ട്. സാർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. സാർ പറഞ്ഞതിന് താങ്ക്സ്. ഞാൻ അതൊന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് റെഫറൻസ് വെക്കുമ്പോൾ സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ കോളേജിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ നിങ്ങളുടെ HODs അവരുടെ റെഫറൻസ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്, ഇഫ് യു ഹാവ് ഗോട്ട് എൻ എക്സ്പീരിയൻസ്, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കറന്റ്ലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൊട്ട് മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആരായിരുന്നു അവരുടെ ഒരു റെഫറൻസ് ഷുവർ ആയിട്ടും കീപ്പ് ചെയ്യുക. ഇത് എനിക്ക് സ്വന്തമായിട്ട് പറ്റിയൊരു പേഴ്സണൽ അബദ്ധത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആക്ച്വലി ഐ ഗോട്ട് എ വെരി ഗുഡ് ജോബ് ഓഫർ ഫ്രം ഓസ്ട്രേലിയ. സാധാരണ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് ഇന്റർവ്യൂസ് അവൈലബിൾ ആകാറില്ല. ബട്ട് സംഹൗ എൻ്റെ ഒരു ടീച്ചർ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, സൈക്യാട്രിക് നഴ്സസ് വേക്കൻസി ഉണ്ട്, ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആളുടെ പേഴ്സണൽ റെഫറൻസ് വഴി ഞങ്ങൾ ഞങ്ങളുടെ CV കൊടുത്തു. ദി എംപ്ലോയർ വാസ് വെരി ഇംപ്രസ്ഡ്. ഡയറക്ട്ലി അവർ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നു. ദാറ്റ് നെവർ ഹാപ്പൻസ്. ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കത് കിട്ടി എന്ന് വിചാരിച്ചു. ആൻഡ് വി അറ്റൻഡഡ് ദ ഇന്റർവ്യൂ. ദേ വർ സോ ഇംപ്രസ്ഡ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ, യു ആർ ദി ഐഡിയൽ വൺസ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ റെഫറൻസ് തരാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ റെഫറൻസ് വെച്ചു. എവിടത്തെയാണെന്നറിയോ? ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്ത് 10 വർഷമായ ആളുകളാന്ന് വിചാരിച്ചോണം. ഞങ്ങളുടെ റെഫറൻസിൽ കിടന്നത് ഞങ്ങളുടെ കോളേജിലെ HODയുടെയും ഡീൻ്റെയും റെഫറൻസാണ് കിടന്നത്. ഞങ്ങളുടെ കറന്റ് എംപ്ലോയറുടെ റെഫറൻസ് ഞങ്ങൾ കൊടുത്തില്ല. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചേഴ്സാണ്. ഞങ്ങൾ 7 വർഷം ആ കോളേജിൽ പഠിച്ച, മീൻസ് 4 years ഞങ്ങളുടെ BScയും അത് കഴിഞ്ഞ് 1 വർഷം ഇൻ ബിറ്റ്വീൻ 6 months അവിടെ ഇന്റേൺഷിപ്പും ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ PG ഒക്കെ ചെയ്ത്, ദേ ആർ ലൈക്ക് അവർ പാരൻസ്. അങ്ങനെ തന്നെ ഞങ്ങളോട് സ്നേഹമുള്ള ആളുകളാണ്. അവര് വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എഴുതി വിട്ടു. ഇവർ ഭയങ്കര മിടുക്കരാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി വിട്ടു. ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല. വി ആർ സോ മച്ച് കൺസേൺഡ്. ഇത്രയും ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് റെഫറൻസ് ചെക്ക് വരെ പോയൊരു കാര്യം, ആർക്കും സ്വപ്നം പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ദെൻ വി ജസ്റ്റ് ആസ്ക്ഡ് ദം വാട്ട്സ് ദ റീസൺ വൈ യു ആർ നോട്ട് റിപ്ലൈയിങ്. ദെൻ ദേ സെഡ് നിങ്ങളുടെ റെഫറൻസ് ചെക്ക് കിട്ടി, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, വി ഡൗട്ട് വെദർ യു ഹാവ് എ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. ബിക്കോസ് ടീച്ചേഴ്സ് പറഞ്ഞത് മുഴുവൻ ഞങ്ങളുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ആണ്. ഞങ്ങൾക്ക് അക്കാഡമിക്കലി നല്ല മാർക്കുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങൾ. അവരത് ഭംഗിയായിട്ട് എഴുതി കൊടുത്തു. അവരെ തെറ്റ് പറയാനില്ല, ഒരു തെറ്റും അവരെ പറയാനില്ല. പക്ഷെ ഞങ്ങൾ അന്നേരം വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിന്റെയോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയോ വെച്ചിരുന്നെങ്കിൽ അവരതിലും ഭംഗിയായിട്ട് ഞങ്ങളുടെ സ്കിൽ എന്താന്നുള്ളത് എഴുതി വിടുമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. So we lost the job and they said നിങ്ങൾ ഇത്രയും ഇതായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാണ്, ഇനിയെങ്കിലും നിങ്ങൾ റെഫറൻസ് കൊടുക്കുമ്പോൾ കറന്റ് എംപ്ലോയർ റെഫറൻസ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ. ഐ എം സെയിങ് ജസ്റ്റ് ബിക്കോസ് ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് യുവർ പെർഫോമൻസ് എന്ന് പറഞ്ഞ് ആ എഴുതി അയച്ച ആളെ ഞങ്ങൾക്ക് ഒരു നോട്ട് എഴുതി അയച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ജോലി കിട്ടി ഫാമിലിയോട് കൂടി റീലൊക്കേഷൻ അലവൻസ് വരെ തന്ന് ഞങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഇൻ അവർ സ്പെഷ്യാലിറ്റി ഏരിയ. വി ജസ്റ്റ് മിസ്ഡ് ഇറ്റ്. അത്ര ഒരു നെഗ്ലിജൻസിൽ പോയതാണ്.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഞങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയാ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ഇത്ര സീരിയസ്നെസ് അതിന് കൊടുത്തിട്ടില്ല. ബട്ട് വെൻ വി എക്സ്പീരിയൻസ്, അപ്പൊ ഞങ്ങൾക്ക് പറ്റിയത് വേറൊരാൾക്ക് ഇനി പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എപ്പോഴും റെഫറൻസ് കീപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ HODസോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരോ അതുപോലെ കറന്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയറുടെ റെഫറൻസ്. And they should be informed. Yeah, I just wanted to add one more thing. എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെ എല്ലാം സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും എല്ലാം ചെയ്ത് വെക്കുക. സോ എനി ഇയർ ഗ്യാപ്പോ എന്തെങ്കിലും ഗ്യാപ്പ് വരുമ്പം വൺ മോർ തിങ് ഇസ് ദർ, ഗ്യാപ്പ് എന്തെങ്കിലും ജോലി ഇല്ലാത്ത സമയത്തിന് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇയർ ഗ്യാപ്പോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സമയത്തിന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ അബ്രോഡിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സാന്റാമോണിക്ക പോയി അന്വേഷിച്ചപ്പം എനിക്കൊരു 8 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ജോലി ഇല്ലാത്തപ്പോൾ. അപ്പം ദേ ആസ്ക്ഡ് ഇൻ പർട്ടിക്കുലർ what is the reason you were not doing any job, or in particular that time what you were doing. So ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ we can tell that we have to. കേൾക്കുന്നുണ്ടോ? അപ്പം the thing is we have to be every employer നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും ശേഖരിച്ച് വെക്കുക. all the documents keep in a proper file. Every document, every employer will have a touch with each and everyone. So keep a proper documentation. Documentation വളരെ important. Keep a scanned copy or at least a photocopy in with your email. Originals എപ്പോഴും നമ്മുടെ മെയിലായിരിക്കുക. So anytime if any employer, if you are applying for anyone abroad, നമുക്ക് we can send it a soft copy directly. Scanned copy നല്ല കോപ്പി ഒക്കെ. So it will be good. Thank you sir. ഓക്കെ, സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഓർത്തത്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയത് ഇത് പറയാനായിട്ട്. സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് വേണം ആ ജോബ് ടെർമിനേറ്റ് ചെയ്ത് പോരാൻ. കാരണം നമ്മൾ വിചാരിക്കും ഇവിടുത്തെ നമ്മുടെ ജോലി തീർന്നു, ഇനി നമുക്ക് അവരെയും കൊണ്ടൊരു ആവശ്യമില്ല, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് നിങ്ങൾ വലിയ എനിക്ക് പ്രൊമോഷനോ ഒന്നും തന്നില്ല, ഐ വാസ് ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുകൂടി ഇറങ്ങുന്നതിലും എപ്പോഴും നല്ലത് ഒരു നല്ല ടേംസ് കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങുക. കാരണം നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ ആവശ്യം വന്നാൽ ദേ ഷുഡ് സെൻഡ് സംതിങ് ഗുഡ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഒരു നല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, so hope we have cleared. So thank you Argan sir for your contribution. Okay, now അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു മെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, so hope this much is clear for you. Clear ആയോ? Yes ma'am. ഒരു കാര്യം ഞാൻ എൽദോ സാറിനോട് ചോദിക്കട്ടെ. സാറേ, ഇനി ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന്റെ നെക്സ്റ്റ് എപ്പോഴെങ്കിലും സെഷനിൽ എടുത്താൽ മതിയോ? ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് മേ ടേക്ക് another 1 hour, 1 മണിക്കൂർ. നോ പ്രോബ്ലം. അടുത്തൊരു സെഷൻ നമുക്ക്. So for time being we'll stop with this, and sir ഒരു അവറും കൂടെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നാൽ ഞങ്ങൾ ഇഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് എറ്റിക്കേറ്റ്സ്, നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടെ ഒന്ന് ഒരു സെഷൻ എടുത്തു തരാം. If you could arrange another session for us. Okay. We are happy to do it for you. Okay, Animal placement coordinator, Animal അത് ഓർഗനൈസ് ചെയ്യും. അടുത്തൊരു മിക്കവാറും അടുത്ത സാറ്റർഡേസിൽ നമുക്ക് അടുത്തൊരു സെഷൻ. It would be better if you can arrange on Saturdays and Sundays. Okay. അപ്പൊ അത് നമുക്ക് അടുത്ത സാറ്റർഡേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഈ സെഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള സമയമാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഏകദേശം 30-32 പേരോളം ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്യാമോ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ്? നമുക്കിപ്പോൾ 1.5 മണിക്കൂറോളം ആയല്ലോ ട്രെയിനിങ് നടക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്ന് പറയുന്നത് ഇനി ആയാല് അവരെ മടുക്കും, അതാ പ്രശ്നം. പക്ഷേ ഇവര് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. 3 മണിക്കൂർ ട്രെയിനിങ് ഒക്കെ അടുത്ത 3.5 മണിക്കൂർ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഞങ്ങൾക്ക് എടുക്കാനുള്ള മടി കൊണ്ടല്ല കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നേരം ആയാല് നിങ്ങളുടെ ഒരു അറ്റൻഷൻ സ്പാനും ഒക്കെ കൺസിഡർ ചെയ്യണല്ലോ കേൾക്കുന്ന ആളുകളുടെ. അതുകൊണ്ടാണ് കേട്ടോ. ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ മെയിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് ഷോർട്ടായിട്ട് എഴുതണമെന്ന് പറഞ്ഞു. അതൊരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത് കേട്ടോ. അങ്ങനെയാണ്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാത്രമായിട്ട് എഴുതരുത്. ഓക്കെ,
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അതിന്റെ കണ്ടന്റ് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, അല്ലെങ്കിൽ സബ്ജക്റ്റ് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക എന്നുള്ളത് റൈറ്റ് വേ അല്ല കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ചോളണേ. യു ക്യാൻ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ഇഫ് യു ഹാവ് എനി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രസന്റേഷൻ ഒന്ന് ഓഫ് ചെയ്തേരാ കേട്ടോ. എല്ലാരും ഒന്ന് ചോദിച്ചേ. ചോദിക്കാം. നമ്മള് ഇമെയിൽ അയക്കാൻ നേരത്ത് ഓൾറെഡി നമ്മള് നമ്മുടെ CV അറ്റാച്ച് ചെയ്തല്ലേ അയക്കണത്? കേക്കാവോ? ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് CV മാത്രം പോരാ. വി ഷുഡ് ഓൾവേസ് കീപ്പ് എ കവറിംഗ് ലെറ്റർ കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ അവിടെ സ്ഥലത്ത് പോയാ കൊടുക്കുന്നെങ്കിൽ ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ CV അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സൈമൾട്ടേനിയസ്ലി നമ്മളൊരു സിമിലർലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുമ്പോൾ നമ്മുടെ കവറിംഗ് ലെറ്റർ ആണ് നിങ്ങൾ ആ കൊടുക്കുന്ന റൈറ്റപ്പ് എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് എ റൈറ്റപ്പ് ചുമ്മാ നമ്മൾ CV അങ്ങ് അറ്റാച്ച് ചെയ്ത് അയക്കുകയാണെങ്കിൽ നോബഡി വിൽ സീ ടു ഇറ്റ് അല്ലേ? എന്നാന്ന് അറിയണ്ടേ? ഇതിപ്പോ നമ്മളെ കവറിംഗ് ലെറ്ററിലോ അല്ലെങ്കിൽ ആ ഇമെയിലിൽ നമ്മൾ ആ കണ്ടന്റ് എഴുതുമ്പോൾ അവർക്ക് ഓക്കെ ഇത് നോക്കാൻ പറ്റിയൊരു CV ആണ് എന്ന് തോന്നിക്കണം. അല്ല ചുമ്മാ ഐ എം സെൻഡിങ് യു എ CV ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ CV മാത്രം അയച്ചു കൊടുത്താൽ അവരാ CV കുത്തിയിരുന്ന് വായിച്ചാലാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ള കേപ്പബിലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. വേറെ നിങ്ങൾ തന്നെ ഒന്ന് ബ്രീഫായിട്ട് പ്രസന്റ് ചെയ്തിട്ടാണ് CV ഇടുന്നെങ്കിൽ ഓക്കെ ഈ കൊച്ചു ഇതിന് പറ്റുന്ന ആളാന്ന് തോന്നുന്നു, ലെറ്റ് മീ സീ ഹർ CV എന്ന് വിചാരിച്ച് അവരതെടുത്ത് വായിച്ചു നോക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു മാറ്റർ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലാണ്ട് CV മാത്രം അയച്ചിട്ടൊരു കാര്യമില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇന്നലെ നോഷയുടെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസും നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഒരു പൈത്തന്റെ ഓപ്പണിങ്സ് 2 ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. പൈത്തൺ ഡെവലപ്പർ ഫ്രഷ് ഓപ്പണിങ്സ് ഉണ്ട്, US ഡിസൈനിന്റെ ഒക്കെ ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ മെയിൽ ID ആണ് കൊടുത്തേക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ക്ലയന്റ് കമ്പനീസിനാണ് റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ മുഖേനയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൽ ID ആണ് കൊടുത്തിരുന്നത്. career@nosha.in എന്ന് പറഞ്ഞ മെയിൽ ID ആണ് കൊടുത്തത്. അപ്പൊ ഞാനിന്ന് മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കുറെ മെയിൽ വന്ന് കിടക്കുന്നുണ്ട്. കുറെ മെയിൽ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഇല്ല, എന്തിനാ അയച്ചെന്നൊന്നുമില്ല, ഒന്നുമില്ല, സബ്ജക്റ്റും ഇല്ല, കണ്ടന്റും ഇല്ല, ഒന്നുമില്ല. നേരെ മറിച്ച് അവിടെ ഒരു നമുക്കറിയാം നോഷയുടെ career@nosha.in പല കാര്യങ്ങളുണ്ട്. കമ്പനിക്കാർ മെയിൽ അയക്കുന്നുണ്ട്, HRs ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുമായിട്ട് മെയില്, നമ്മുടെ ടീം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുമായിട്ട് മെയിൽ പോകുന്നുണ്ട്. മനസ്സിലായി? ഇതിനെല്ലാം ഉള്ള ഒരു മെയിൽ ID ആണ് ഇത്. അവിടെ ഒന്നുമില്ല. നേരെ മറിച്ച് പൈത്തൺ ജോബ് ഓപ്പണിംഗ്, ബയോഡാറ്റ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ കണ്ടന്റും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ബയോഡാറ്റ ഈ പറഞ്ഞ പോലെ തന്നെ ബയോഡാറ്റ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ പറയുന്നത് എല്ലാവരും ഓരോ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ കോഴ്സ് ചെയ്തിട്ടുണ്ട്, 6 മാസ കോഴ്സ് ഒക്കെ പറഞ്ഞേക്കുക. അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു URL കാണുന്നില്ല, ഒരു റിയൽ ടൈം വർക്കിന്റെ ഒരു സംഭവമില്ല, ഒരു പ്രോജക്റ്റിനെ പറ്റി ഒന്നും അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യും? മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴൊക്കെ അവർക്കൊന്നും പറയാനില്ല, അവരെ മാർക്കറ്റ് ചെയ്യാൻ അവർക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ നമ്മൾ ഇന്ന് ഓർഗനൈസ് ചെയ്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഫിനിഷിംഗ് സ്കൂൾ മെമ്പേഴ്സ് ആണ്, 10 പേരുടെ ടീമാണ്. അതോടൊപ്പം നമ്മുടെ നോഷയുടെ പ്ലേസ്മെന്റ് ടീം, അനിമോളുടെ നേതൃത്വത്തിലുള്ള പ്ലേസ്മെന്റ് ടീം, അനിമോൾ, കരിഷ്മ, ഐമ ടീമുകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം അവരോടൊപ്പം ക്ലബ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ നടത്തേണ്ടതുണ്ട്, വളരെ ആവശ്യമാണ്. നമ്മുടെ യങ് ജനറേഷനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കണം. ബിക്കോസ് ജോബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചാൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കാര്യം വലിയ കടമയൊന്നും അല്ല. പക്ഷെ പ്ലേസ്മെന്റ് ബിക്കോസ് ഇന്നത്തെ സാഹചര്യം ഒരു ഐടിക്ക് ഒരു IT-യിൽ ജോബ് കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല. ബിക്കോസ് കമ്പനികൾ ഇങ്ങോട്ട് തേടി വരുവാണ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടോ സാറേ എന്ന് പറഞ്ഞ് ചോദിച്ചു വരും. പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് എന്താ പറയുക, ഒരു അയക്കാൻ പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വരണം. അതിനൊക്കെയാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്സും ഒക്കെ നടത്തുന്നത്. ഇനിയും സെഷൻസ് നമുക്ക് നടത്താം, ഒത്തിരി സെഷൻസ് നമുക്ക് നടത്തണം. ഒത്തിരി നടത്തിയാലാണ് ഒത്തിരി പേർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ ഏകദേശം 20-30 പേരോളം നമ്മുടെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇനിയും കേട്ടവര് ഇനിയും എന്താ പറയാ അതേപോലെ തന്നെ തുടരാതെ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ സംഭവിക്കണം. നാളെ ഒരു ബയോഡാറ്റ അയക്കുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഇട്ടും ബയോഡാറ്റ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ അനിമോളുടെയും അതുപോലെ തന്നെ വൈഷ്ണവ് സാറിന്റെ ഒക്കെ
യൂട്യൂബ് ചാനൽ നോക്കിയറിയാം ഒരു ബയോഡാറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഡിജിറ്റലി ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി സെഷൻസ് യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കി അത് നോക്കാം. നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശം. ഒപ്പം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇനിയുള്ള സെഷൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്യണം. നോഷയുടെ പ്ലേസ്മെന്റ് ടീമാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കറിയാം 50 പ്ലേസ്മെന്റ് നോഷ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വർഷമായിട്ട് ഇങ്ങനെ പുറകിൽ നടന്ന് ഓരോരുത്തരുടെ അടുത്ത് ചെയ്യിപ്പിച്ചെടുത്ത് ചില സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്നുകൊണ്ടൊക്കെയാണ് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30 പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിച്ചേ പറ്റുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് ആവണം, നമുക്കൊരു മാറ്റം സംഭവിക്കണം. നിങ്ങളുടെ ബയോഡാറ്റ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ എറ്റിക്കേറ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്തിക്സ് കീപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഫിനിഷിംഗ് സ്കൂൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനെ പറ്റി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ നല്ലതായിരുന്നു. ഫീഡ്ബാക്ക് ഒന്ന് കളക്ട് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, പറയാമോ? ഓക്കെ. എൻ്റെ പേര് അഞ്ജലി ശാരത്. ഞാനിവിടെ ഫിനിഷിംഗ് സ്കൂളിലെ ഒരു മെമ്പറാണ്. ഇന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരാള് ഇപ്പോൾ ഇമെയിൽ അയക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്. ഞാനും സാധാരണ ആദ്യമൊക്കെ ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ അറ്റാച്ച്മെന്റ് ചെയ്യാൻ മാത്രമല്ല ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾ ഒരു കണ്ടന്റും കൂടി എഴുതിയിട്ടാണ് ഞാനിപ്പോൾ അയക്കണത്. പക്ഷേ ഈ ക്ലാസ് എനിക്ക് കുറച്ച് നേരത്തെ കിട്ടിയെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് റെസ്യൂമൊക്കെ അയക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. റിഗാർഡ്സും അതുപോലെ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ റിഗാർഡ്സും അതുപോലെ തന്നെ ഡിയേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് റിഗാർഡ്സ് കൊടുക്കുന്നത്. റെസ്പെക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സിൻസിയറിലൊക്കെ കൊടുക്കണം. സല്യൂട്ടേഷൻ്റെ അനുസരിച്ച് വേണം ഇത് കൊടുക്കാനൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇതിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സ്മൈൽ ചെയ്ത് ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കണം എന്നൊക്കെ നല്ല രീതിയിൽ രണ്ടുപേരും ബെസി മാമും സിവി മാമും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. ഒട്ടും ബോറടിച്ചില്ല. സാധാരണ ക്ലാസ് എടുക്കണ പോലെയല്ല, നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിലൊക്കെ നടന്ന ഓരോരോ കാര്യങ്ങളും വെച്ചാണ് ക്ലാസ് എടുത്തത്. ഭയങ്കര ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം. നോഷയ്ക്കും അതുപോലെ ഭയങ്കര താങ്ക് യു ഇതുപോലെ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്തതിന്. ഓക്കെ, താങ്ക്സ്. ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ കണ്ടന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കണ്ടന്റ് എഴുതുക, സബ്ജക്റ്റിലൊക്കെ നല്ല നല്ല കണ്ടന്റ് ഒക്കെ എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ ഗൂഗിളിലൊക്കെ ഈ പോയി തപ്പി പിടിച്ച് എന്തോരം കണ്ടന്റ് നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഭയങ്കര എഴുതുന്നത് ഇംപ്രസീവ് ആയിട്ട് എഴുതുക കേട്ടോ. അതിലാണ് ഏറ്റവും വലിയ കാര്യം. പ്രസന്റ് ചെയ്യണത് ഇംപ്രസീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക. സോറി, ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നുകൊണ്ടാണ്, ഒഫീഷ്യൽ ഇത് വന്നുകൊണ്ടാണ് ഒന്ന് എഴുന്നേറ്റ് പോയത്. ഓക്കെ, so did they have any doubts? Sir, did they ask something? എന്തെങ്കിലും സംശയം ചോദിച്ചായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല, അവര് ഹാപ്പിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നോ വറീസ്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു സാറേ. ഫീഡ്ബാക്ക് പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് അടുത്ത സെഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പിൽ നിങ്ങൾ അവിടെ നിൽക്കുക. ഇതിന്റെ കണ്ടിന്യൂസ് പാർട്ടൊക്കെ നമ്മുടെ അവിടെ എത്തുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സെഷൻസ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട്. 30 പേരുടെ ഒരു ഇന്റേൺഷിപ്പ് ബാച്ച് ഞങ്ങൾ ഇൻടേക്ക് ചെയ്തേക്കുവാണ്. അതോടൊപ്പം 10 പേരുടെ ഒരു ഫിനിഷിംഗ് സ്കൂൾ മെമ്പേഴ്സ് ടീമും ഉണ്ട്. ഏകദേശം 40 പേരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തേക്കാണ്. അവരെ ഒരു കരിയറിലേക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റേക്കാണ്. ടെക്നിക്കൽ ട്രെയിനിങ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, GD പ്രിപ്പറേഷൻസ്, മോക്ക് ഇന്റർവ്യൂ സെഷൻസ്, ഇതെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വർക്ക് ഔട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ ഒരു നല്ലൊരു കമ്പനികളുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ട്. അവരെ നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, സാറേ അടുത്ത മാസത്തേക്ക് ഒരു 5 പിള്ളേരെ സെറ്റ് ചെയ്ത് നിർത്താമോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. നമ്മുടെ പ്ലേസ്മെന്റ് ടീം അതിനേറെ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇനിയുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും. ബിക്കോസ് നമ്മുടെ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് HR മുന്നിൽ ഇരുന്ന പക്ക ആയിക്കൊള്ളണം. മനസ്സിലായി? അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അവർ ചിറ്റിക്കരുത്.
മനസ്സിലായി ദൈവമേ, ആ ഒരു നോഷയിൽ നമ്മുടെ ആ പേര് നോഷയുടെ അലുമിനി ആണെന്നൊക്കെ പറഞ്ഞ് വന്നം. അപ്പൊ നമുക്കറിയാം എത്ര പേര് ഇനി ഈ വർഷം നമ്മുടെ അലുമിനീസ് ഇവിടെ നിന്നൊക്കെ പ്ലേസ് ആയവരൊക്കെ ഒത്തിരി പേര് ഓരോ സെഷൻസ് ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് സാറ്റർഡേസിൽ. അതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യാണ്. ഫിനിഷിംഗ് സ്കൂളിന്റെ ലെവലിലാണ് എല്ലാ പ്രോഗ്രാമും ഇനി ഓർഗനൈസ് ചെയ്ത് പോണത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ടീം, നോഷയുടെ ഏറ്റവും നല്ല പ്ലേസ്മെന്റ് ടീം ഞാൻ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. 50 പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. അവരുടെ അതിന്റെ പുറകിൽ ഒത്തിരി എഫേർട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം 10 സ്റ്റുഡൻസിന് ഒരാൾ വെച്ചായിരുന്നു അവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ സീസണിൽ. അതിന്റെ റിസൾട്ടൊക്കെ അവർക്ക് കിട്ടി തുടങ്ങി. നല്ല ഗുഡ് വില്ലുണ്ട്, നല്ല ഇതായിട്ട് റെസ്പോൺസ് ഉണ്ട്. ഒത്തിരി കോളേജസ് വിളിച്ചു തുടങ്ങി നമ്മുടെ പ്രോഗ്രാംസിന്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് ഒരു കോളേജ് വിളിച്ചു. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരും. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് എത്തുവാണ്. നോഷയുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷത്തെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തുവാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 10 പോളിടെക്നിക് കോളേജസുമായിട്ട് നോഷ ടൈപ്പായി. ബിക്കോസ് 10 പോളിടെക്നിക് കോളേജസ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജസുമായിട്ട് നോഷയുടെ പ്രോഗ്രാംസ് നിങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ ഈ ഒരു വർഷം കൊണ്ട് നോഷ എത്തിച്ചതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കുണ്ട്. വീണ്ടും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നോഷ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയത്. ഇന്ന് ജൂലൈ 24-ാം തീയതിയാണ് ഇതിനൊരു തുടക്കം കുറിച്ചുകൊണ്ട് ഈ വർഷത്തെ തുടക്കം കുറിക്കുകയാണ്. അതിലകത്ത് നിമിഷ ടോണി എന്ന് പറയുന്ന ഈ വർഷം എല്ലാ കോളേജിന്റെ ടീം ലീഡർമാരുടെ ലീഡറായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വർഷം അനിമോളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലം നല്ല പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണേ. ഈ വർഷം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രം നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടികൾ അനുവിന്റെ നേതൃത്വത്തിൽ, അനു കെ പോൾ, നോഷയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനു കെ പോളിന്റെ നേതൃത്വത്തിൽ ഒരു ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ട്രാക്ക് ചെയ്യാനും കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റമാണ്. അത് കോളേജിലെ സാർമാർക്കും പ്ലേസ്മെന്റ് ഓഫീസേഴ്സിനൊക്കെ അതിന്റെ അക്സസിബിലിറ്റി കിട്ടും. അത് നോക്കി അവർക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓർക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 2 മാസത്തെ 2 ദിവസമായിരുന്നു പ്രോഗ്രാം എങ്കിൽ ഇനി എപ്പോഴും നമ്മുടെ ഓരോ പ്രോഗ്രാംസ് ഓരോ സാറ്റർഡേകളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് നോഷയുടെ ഫിനിഷിംഗ് സ്കൂളിന്റെ അണ്ടറിലാണ് വരുന്നത് പ്രോഗ്രാംസ് എല്ലാം. അവരും പ്ലേസ്മെന്റ് ടീമും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അതോടൊപ്പം എല്ലാ ആഴ്ചയിലും ഇന്റൻസീവ് പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്നൊരു സെഷൻ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. അത് നടക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നാൽ മാത്രമാണ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ പ്ലേസ് ആക്കണം, ജോലി കിട്ടണം, ജോലി കിട്ടിയേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു മനസ്സിൽ കയറ്റുക. ഒരു ദിവസം 1/2 മണിക്കൂർ സമയമാണ് ഞാൻ ചോദിക്കാറുള്ളത് ഓരോരുത്തരോടും. 1/2 മണിക്കൂർ സമയം ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ കൂളായിട്ട് കിട്ടും. 1/2 മണിക്കൂർ നോഷയുടെ വെബ്സൈറ്റ് നോക്കുക, ഇതുപോലെ തന്നെ ജോബ് സൈറ്റുകൾ നോക്കുക, നിങ്ങളുടെ ബയോഡാറ്റ പെർഫെക്റ്റ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള ടിപ്സുകളൊക്കെ വേണ്ട രീതിയിൽ ടിപ്സുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലേസ്മെന്റ്സ് കിട്ടും. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ ഓഫ്ലൈൻ, പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ ഞങ്ങൾക്ക് വന്നൊക്കെ ട്രെയിനിങ് ചെയ്യും. പക്ഷേ ഈ ഓൺലൈനിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വർഷം സാധിച്ചു. അപ്പോൾ ആ ഒരു പോസിറ്റീവ്, ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഈ വർഷവും നോഷ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇതിന്റെ അടുത്ത സെഷൻ ഫിനിഷിംഗ് സ്കൂളിലേക്ക് വിടുകയാണ്, അടുത്ത പ്രോഗ്രാമിലേക്ക് വിടുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത അഷിത. താങ്ക് യു സർ. ആൻഡ് ബെസി പോൾ മാം ആൻഡ് സെബി പോൾ മാം നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് താങ്ക്സ് പറയാനായിട്ട് ആര്യെ ക്ഷണിക്കുന്നു. ആര്യയില്ലേ? Good evening all. Thanks to all the participants for attending the meeting and more. No event can happen without the provision of a vast network of people. More than 2 hours. ഇപ്പം ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന ഈ ഒരു വേളയെ മഹനീയമാക്കി തീർത്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. I express my heartfelt thanks for Chief Guest Besi Paul ma'am, who is the CEO, and Sebi Paul ma'am, who is the co-founder of നോഷെ. ഈ ഒരു അവസരത്തിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുവാനായി എനിക്കൊരു അവസരം നൽകട്ടെ. നോഷയ്ക്കും എൻ്റെ ഹാർദവമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാവരുടെയും
നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ നമ്മുടെ നോഷയുടെ നട്ടലായ എൽദോ സാറിനും അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ അൻമോൾ ഇച്ചിക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു മീറ്റിംഗ് മനോഹനീയമാക്കി തീർത്ത എല്ലാ എച്ച്ഒഡിക്കും അതേപോലെ തന്നെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. Okay, thanks. Keep touch with Noche, and thanks all for our finishing school members and placement team for coordinating this program very well. Thanks. Thank you, sir. Okay, bye. Thank you, sir. Thank you all. Thank you all. Thank you, ma'am. Thank you, sir. Thank you, sir. Thank you, ma'am.